ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ വേദപുസ്തകം തുറന്ന് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കും. For tonight's meditation, let's journey to the Old Testament and read a portion of scripture from that book. രാജാക്കന്മാർക്ക് എഴുതിയതായ ഒന്നാം പുസ്തകം 19-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. Let's read from 1 Kings chapter 19, the 13th verse. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതുപ്പുകൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് മുഖാമുഖത്ത് നിന്ന്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഏലിയാവ് എന്ന പ്രവാചകനെ കുറിച്ച് നമ്മുടെ വായിച്ചു കേട്ടുകയുണ്ടായി. We just read about the prophet called Elijah. അവൻ പൊടുന്നനവേ കൊടുങ്കാറ്റ് പോലെ ജനമധ്യത്തിലേക്ക് രംഗപ്രവേശം ചെയ്തവനാണ്. Like a tempest, abruptly he rose in the midst of the mob. ഒരു ഭൂകമ്പം ഉണ്ടായിട്ടെന്ന പോലെ അധികാരത്തിന് അകത്തളങ്ങളെ അവന്റെ പ്രവചന വാക്കുകൾ പ്രകമ്പനം കൊള്ളിച്ചു. Just like an earthquake, the chambers of authority and power were quivered by his prophecy. വിശ്വാസത്യാഗിനിയായ പുത്രി അഥവാ പിന്മാറ്റത്തിലേക്ക് പോയതായ ദൈവജനത്തെ, അബ്രഹാമിൻ പിൻതലമുറയെ സത്യത്തിന്റെ വരച്ച വരയിൽ അവൻ നിർത്തി. About the backslider of the faith, that is the genealogy of Abraham, and she was brought inside the fold of this prophecy. തീക്കനൽ പോലെയുള്ള പ്രവചന മൊഴികൾ കൊണ്ട് ഭരണകർത്താക്കളെ അവർ നിർത്തിപ്പൊരിച്ചു. Like flint and coal, his words of prophecy were, and he just burnt those rulers. എങ്കിലും എതിർപ്പുകളുടെ ഭീഷണിയുടെയും ശബ്ദം തന്നെ തളർത്തിക്കളഞ്ഞു എന്ന് ദുർഭാഗ്യകരമാണ്. But it's unfortunate to say that the words and the voices of adversity and challenges weakened him down. ഉണർവിന്റെ ജ്വാലകൾ വളരെ വേഗം കെട്ടടങ്ങിയത് ആ വിശുദ്ധന്റെ ഹൃദയത്തെ ഒട്ടുതെല്ലുമല്ല വേദനിപ്പിച്ചു. The flames of revival were doused away pretty quickly, and that fainted the heart of this strong man. തന്മൂലമുണ്ടായ വിചാരവികാരങ്ങൾ വേലിയേറ്റത്തിൽ അവന് ഹൃദയം തകർന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിക്കുകയാണ്. And all the people that rose against him in the midst of his journey, he's heartbroken, and now he's fleeing away. ഏലിയാവെന്ന ഇസ്രായേലിലെ ശക്തനായ പ്രവാചകൻ ഹോരേബ് പർവ്വതത്തിലെ ഗുഹയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. The mighty prophet of Israel named Elijah, he's finding asylum in a cave inside Mount Horeb. അവന്റെ ജന്മ നാട്ടിൽ നിന്നും കർമ്മമണ്ഡലത്തിൽ നിന്നും വളരെ ദൂരത്ത് അഭയം തേടി വന്നതായ പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. From his place of birth, from his place of work, this particular prophet who is running far away, now the Lord is posing a question. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? Elijah, what are you doing here? ഇന്ന് രാത്രിയിൽ നമ്മൾ ഓരോരുത്തരോടും കർത്താവിനെ ചോദിപ്പാൻ ഒട്ടേറെ ചോദ്യമുണ്ട്. അത് പ്രഥമമായിട്ടുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. Tonight the Lord has got a fleet of questions to pose to each and every one assembled over here. However, the primary of it, we read it here. നീ ഇവിടെ എന്ത് ചെയ്യുന്നു, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്നുള്ളതായ ചോദ്യത്തിന് മുൻപിൽ നാം ഓരോരുത്തരും നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങളെ നാം തിരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. To those questions, what dost thou here? What are you up to? When we look into our own lives, there are plenty of things that we ought to set correct. വീട് വിട്ടും വീട്ടുകാരെ വിട്ടും നാട് വിട്ടും നാട്ടുകാരെ വിട്ടും നാം എവിടെയായിരുന്നാലും ദൈവം നമ്മളെ കാണും. Leaving our house, leaving the family members, leaving our kith and kin, wherever we are, the Lord, He beholds us. നമ്മുടെ വാക്കുകളിലെ പരാതികളും നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയത്തിലെ വേദനകളും നമ്മുടെ നെടുവീർപ്പ് പോലും നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ധാരയായി ഒഴുകുന്ന കണ്ണുനീരും കർത്താവ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. Our words, our mutterings, our murmurings, our whinings, our tears, and even the sighing of our heart, the Lord sees it far off. നാം എപ്പോഴും ദൈവത്തിന്റെ കണ്ണുകൾക്ക് മുമ്പിലായിരിക്കുന്നു എന്നുള്ളത് എത്ര സൗഭാഗ്യകരമായ ഒരു അനുഭവമാണ്. How fortunate is that experience that we are ever present before the eyes of the Lord. ഈ കാലത്ത് നാം സാധാരണയായി കാണുന്ന ഒരു ബോർഡുണ്ട്. And there is a board that we see often these days. You are under CCTV surveillance. You are under CCTV surveillance. ഈ പോലെ ക്യാമറയുടെ നിരീക്ഷണത്തിന് കീഴിലാണോ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. Now you are under the observation of a camera. ആ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി മാത്രമല്ല, ആ ക്യാമറ വെച്ചവരും അത് ഉണ്ടാക്കിയവരും സദാ ദൈവത്തിന്റെ ദൃഷ്ടിയുടെ നിരീക്ഷണത്തിലാണ്. Not just those who are standing beneath that camera, those who framed that camera, those who came up with that idea and established it there, they're ever under the eyes of the Lord. ദൈവത്തിന്റെ ക്യാമറ എന്ന അവിടുത്തെ കണ്ണുകൾ ഭൂമിയിൽ മുഴുവനും ഓടാടി സഞ്ചരിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും
അവിടുത്തെ നിരീക്ഷണത്തിലാണ്. The eyes of the Lord, or the camera lens of the Lord that is carrying to and fro the ends of the earth, and all of us are under His vision. നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ ഓരോ സമയത്തും എവിടെയായിരിക്കണമെന്ന് അവിടത്തേക്ക് നമ്മളെ കുറിച്ച് വ്യക്തമായ ഒരു ഹിതമുണ്ട്. I and you, every moment of our life, where should we spend? God has got a tangible plan. അമ്മയുടെ ഉദരത്തിൽ ഒരു വാക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നെങ്കിൽ, ഈ ലോകത്തിൽ നാം ജീവിക്കുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ നീട്ടി തന്നെങ്കിൽ, നാം ഒരു പ്ലാനിന് പുറത്തുള്ളവരല്ല, നാം ദൈവത്തിന്റെ പ്ലാനിന് അകത്തുള്ളവരാണ്. If we are formed in the womb of a mother, and if we are reared up so, and if we are made to live in this earth with long days, we are never outside the plan of God. We are accommodated within it. എന്നെ കുറിച്ച് ആർക്കാണ് ഉത്തരവാദിത്വം? എന്നെ കുറിച്ച് ആർക്കാണ് അറിയേണ്ടത്? എന്നെ ആര് കാണുന്നു, എന്നെ ആര് അറിയുന്നു എന്ന് നാം ഒരിക്കലും ചിന്തിച്ചു പോകരുത്. Never should we think, who is so much bothered about me? Who is responsible about me? Who cares about me? Never should those questions arise. എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നെല്ലാം എനിക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പോഷത്വമായി ചിന്തിക്കരുത്. I have the self-will to go wherever I go, what to do and how to spend my life. Don't think such a great folly. നാം ഓരോരുത്തരും എവിടെയായിരിക്കണമെന്ന് അവിടുന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ചോദിക്കും, നിനക്ക് ഇവിടെ എന്ത് കാര്യം? If we deviate from the place that we ought to, the question will echo, what are you doing here? ദൈവം ഉദ്ദേശിക്കാത്ത ഇടത്ത് നാം ഒരു ദൈവം ഉദ്ദേശിക്കാത്ത പ്രവർത്തനം ഏർപ്പെട്ടതെങ്കിൽ അവിടുന്ന് നമ്മളോട് ചോദിക്കും, അധികാരമുള്ളവൻ ചോദിക്കും, സൃഷ്ടാവ് ചോദിക്കും, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? Contrary to the plan of God, if we indulge in many works, if we stay in a place, the one with authority, he will question, what are you up to here? നവദമ്പതികൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ഒരു ഫിലിം കാണാൻ പോവാന്ന്. Newly married couples, a wife told her husband, let's go watch a movie. ആ യൗവനക്കാരൻ അങ്ങനെ ഒരു സിനിമ കാണുന്ന സ്വഭാവമുള്ളവനല്ല. That young man didn't have the character of watching movies. അപ്പൊ വധുവിന്റെ ജീവിത പങ്കാളിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ടിക്കറ്റ് എടുത്ത രണ്ടുപേരും തിയേറ്ററിൽ ഒരു സീറ്റ് പിടിച്ചു. Yielding the constrained nature of the wife, now he was forced to do it, and both of them booked the tickets in a theater. പക്ഷേ ഇവിടെ നിന്നറിയാതെ ഒരു ചോദ്യം അവന് കേട്ടു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? But out of nowhere was sounded a terrifying question, what have you got to do here? ദൈവമായൊരു ബന്ധമോ, ഒരു രക്ഷിക്കപ്പെട്ട അനുഭവമോ, ദൈവവിശ്വത്തിന് അറിവില്ലാത്തതായ ഒരു ഭാര്യ, എന്നാൽ ദൈവവിശ്വത്തിന് അറിവുള്ള ഒരു ഭർത്താവ്, ആ അറിവുള്ളവനോട് ദൈവം ചോദിക്കുകയാണ്, നിനക്ക് ഇവിടെ എന്ത് കാര്യം? True, the wife was ungodly. She didn't adhere to the plan of God. She didn't fear God. However, the husband who was adhering to the plan of God, to the will of God, to him the question of God comes, what are you doing here? അതേ പ്രിയരെ, സർവ്വവ്യാപിയായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് ഒളിച്ചിരിക്കാവതല്ല, സർവജ്ഞാനിയായ ദൈവത്തിന് നമുക്കൊന്നും ഒളിപ്പിച്ചു വെക്കാവതല്ല. Yes, beloved ones, from the eyes of the omnipresent God, we cannot evade and conceal ourselves. From the presence of the omniscient God who knows all things, we cannot conceal anything. ഈ സയാനത്തിൽ നമ്മളെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. എനിക്ക് ഒരു തിരുത്തൽ ആവശ്യമുണ്ടോ? In this task shall we introspect ourselves. Am I in need of a correction? എന്റെ യാത്ര ദൈവം ഉദ്ദേശിക്കുന്ന പാതയിൽ, ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുന്നുവോ? My journey, do I press forward in the track of God according to the design of God? അതോ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എവിടെയും പോകാം, എവിടെയും ആയിരിക്കാം എന്ന് ധരിച്ചിരിക്കുകയാണോ? Or am I under this false conception that I've got free will, I can be where I am? നാം സന്ദർശിക്കുന്നതായ സ്ഥലം അത് ദൈവം ഉദ്ദേശിക്കണം തന്നെ ആകുന്നുവോ? The place that we visit, is it actually the place that God decides us to be? ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ദൈവത്താൽ മുന്നേൽപ്പിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ നാം പോകരുതാത്ത സ്ഥാനത്ത് നമ്മുടെ കാലുകൾ നിൽക്കുന്നുവോ? We being the people who are predestined by God, preordained by God, are our feet kept in a place that God hasn't accommodated for us? നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ട് ആരുമായിട്ട് ആ ദൈവഹിത പ്രകാരമുള്ള വ്യക്തികൾ അതായിരിക്കുന്നുവോ? Our peers, our acquaintanceship, our friendship, with whom do we maintain? Is it according to the will of God? ഒരു ഭക്തനോട് ആത്മബന്ധം പുലർത്തേണ്ടതാണ്. ഒരു ഭക്തൻ ദുഷ്ടനോ അനുബന്ധം പുലർത്തിയാൽ അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് നഷ്ടപ്പെട്ടു പോകും. A godly should always maintain relationship with another godly. If a godly is maintaining relationship with the wicked, he will never be alienated from God. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ദൈവം ഉദ്ദേശിക്കാത്ത വ്യക്തികളുമായിട്ടാണെന്നെങ്കിൽ ദൈവം ചോദിക്കുന്നു,
നിനക്ക് ഇവരുമായി എന്ത് കാര്യം? If our friendship, if our relationship is transgressing the law kept by God, the question of God comes, what have you to do with him or her? നാം ചെയ്യുന്ന പ്രവർത്തികൾ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മനസ്സുപോലെ ചെയ്യാവതല്ല. നാം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് സൃഷ്ടിച്ചവൻ ഒരു അതിര് വെച്ചിട്ടുണ്ട്. The actions that we perform, it's not up to us to decide what we should do, but the do's and the don'ts, the boundaries are kept by our Creator. ചെയ്യണമെന്ന് നീ ഉദ്ദേശിക്കാതെ ചെയ്യുന്നെങ്കിൽ അവൻ ചോദിക്കും, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് എന്റെ ഇഷ്ടം തന്നെയാകുന്നുവോ? If you are executing an act that is contrary to the will of God, the question will come, what are you doing here? Is it adhering to my will? മനുഷ്യന് നമ്മുടെ നാവ് കൊണ്ട് എന്തും പറയാം, എവിടെയും പറയാം, ആരെയും പറയാം. പക്ഷേ നാവിന് ഒരു നിയന്ത്രണം ആവശ്യം. അത് സൃഷ്ടിച്ചവൻ, സംസാരശേഷി തന്നവൻ എന്ത് പറയണം എന്ത് പറയരുത് എന്നൊരു നിബന്ധന വെച്ചിട്ടുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. Man can dance with his tongue, he can utter the words that he wishes to. However, the Creator who created this tongue, he has kept the boundaries, who to speak to, what to speak about. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ദൈവം ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ദൈവം ചോദിക്കും, നീ ഇത് തന്നെയോ സംസാരിക്കേണ്ടത്? The words that proceed out of a tongue, if it is transgressing the will of God, then the Lord will ask the question, are you supposed to ask this one? എന്തിനേറെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന വെറുതെ ആഗ്രഹങ്ങൾ പോലും ദൈവത്തിന്റെ ആഗ്രഹവുമായി താരതമ്യപ്പെട്ടിരിക്കണം. Not to say much, even the aspirations that rise from our innermost part of the heart, that should be equivalent to the aspirations of God. യെശയ്യാ പ്രവാചകനിലൂടെ ജനത്തെ ദൈവം ബോധ്യപ്പെടുത്തു, നിങ്ങളുടെ വഴികളെക്കാൾ എന്റെ വഴികൾ ഉയർന്നിരിക്കുന്നു. അതിന് മറുഭാഗം, നിങ്ങളെക്കുറിച്ചുള്ളതായ എന്റെ വഴികളെക്കാൾ നിങ്ങൾ വളരെ താണ വഴിയിൽ സഞ്ചരിക്കുകയാണ്. God convinced the people through the prophet called Isaiah, my ways are high above your ways. In other words, according to my ways, comparing yours, it's too low. എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്നതിനർത്ഥം നിന്നെ കുറിച്ച് ഞാൻ ഉത്തമവും ഉന്നതവും ഔന്നത്യമായ കാര്യം ചിന്തിക്കുമ്പോൾ നീയോ വളരെ വില കുറഞ്ഞതും താണതുമായ കാര്യങ്ങൾ വിചാരിക്കുന്നു. അത് ശരിയോ? When he says, my thoughts are far above your thoughts, it is flying high above. That means that your thoughts about yourself and others, that is too low, that's degrading. നീതിമാനും വിശുദ്ധനും ആ വലിയവനും ഭയങ്കരനുമായ ദൈവത്തിന് മുൻപാകെ നമ്മുടെ ജീവിതം പരിശോധിച്ചിട്ട് ആ ഒരു ചോദ്യത്തിന് മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്താം. Before the righteous, before the holy and terrifying God, shall we kneel, introspect ourselves and give an answer to the question. അവിടുത്തെ കണ്ടുകൾ നമുക്കൊന്നും മറയ്ക്കാവതല്ല. For before his eyes, we can't conceal anything. അവിടുത്തെ ചോദ്യത്തിന് നാം മറുപടി കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. Before his question, we ought to give an answer. നാം കാണുന്ന ആദിമ മനുഷ്യനായ ആദം, The first man Adam, whom we behold, അവൻ ചെയ്ത പാപത്തെയും പച്ച ശരീരത്തെയും പച്ചില കൊണ്ട് മറച്ചു പിടിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തി, പക്ഷേ പരാജയപ്പെട്ടു പോയി. the naked sin and the naked body of his, he was trying to conceal it with leaves, however he failed. ഒളിച്ചിരിക്കുന്നു അവൻ സ്വയം ചിന്തിച്ചു, പക്ഷേ അവൻ ദൈവം ഉണ്ടാകുന്ന ഒളിഞ്ഞിരുന്നില്ല. He falsely deduced that he was being covered, however he was never concealed before the presence of God. അതുകൊണ്ട് ദൈവം ചോദിച്ചു, ആരാമേ നീ എവിടെ? Therefore out came the question by God, Adam, where are you? നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചെടുത്ത് നീ ആയിരിക്കുന്നുവോ അല്ലയോ എന്നാണ് എന്റെ അർത്ഥം. The answer is, the meaning for that question is, are you in that place where I appointed you to be? It was not so. യോന ഒരു ഭക്തനും പ്രവാചകനുമായിരുന്നു. Jonah was godly, he was a prophet. ദൈവാലോചന അനുസരിപ്പാൻ കൂട്ടാക്കാതെ കപ്പലിന്റെ അടിത്തട്ടിൽ അവന് കിടന്നുറങ്ങുന്നു. He didn't bother to obey the commandment given by God, and now he is sleeping under deck. കപ്പൽ ജോലിക്കാർ ചോദിച്ചു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? The crew members shot the question, what are you up to here, Jonah? ദൈവമായിരിക്കുന്നിടത്തായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. Let us be careful that we should be in the place that God appointed us to be. നമുക്ക് ചോദിക്കാം, ഞാൻ ആരാധിക്കുന്നത് ദൈവം ഉദ്ദേശിച്ചെടുത്ത് തന്നെയാകുന്നുവോ? Let us ask, am I worshipping in the place that God wants me to worship? നാം ഒരു സാക്ഷ്യം കേട്ട് കഴിഞ്ഞു. We just hearken to a testimony. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ദൈവം ഉദ്ദേശിക്കാത്തിടത്ത് ആരാധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ദൈവം പറഞ്ഞു, അവിടെയല്ല ഇവിടെയാണ് ആരാധിക്കേണ്ടത്. A major phase of his life, he worshipped in a place that was contradicting to the will of God. However, finding the Lord unveiled, that's not the place you should worship here. നമ്മുടെ ആരാധനയും ആരാധന സ്ഥലവും ദൈവം ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ ആയിരിക്കേണ്ടതാണ്. Our worship, our place of worship should be in the place that God decides us to be. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കർമ്മകാണ്ഡം പൂർത്തിയാക്കി നാം ഇവിടുത്തെ യാത്രയാകുമ്പോൾ ദൈവത്തിന് മുൻപാകെ ചെന്ന് തിരുസന്നിധിയിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ ആരാധന സ്ഥലവും ആരാധനയും അവിടുത്തെ ഇഷ്ടവുമായി പൊരുത്തപ്പെട്ടിരിക്കണം. And finally, when we bid adieu to the fleeting days of our life, to sow to eternity,
eternity, and to worship before our God in eternity, our worship here, our life here should be adhering to His will. അവര് ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവജനമായിരുന്നേക്കാം. We might be people of God who claim to do ministries. അവിടെയും ദൈവം ചോദിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കും തന്നെയാകുന്നുവോ നീ ചെയ്യുന്നത്? Even there, God is posing the question, do you do what I intend you to do? ദൈവം ഉദ്ദേശിക്കാത്തതാണ് ചെയ്യുന്നു വരികില് അതൊന്നും ഫയലിലുണ്ടായിരിക്കുകയില്ല. If you do those works that God is not intending you to do, remember that won't be there in the file. ദൈവ ഉദ്ദേശപ്രകാരമുള്ള ട്രാക്കിൽ ഓടുന്നില്ലെങ്കിൽ നീ അവിടെ പ്രതിഫലം കൊടുക്കുമ്പോൾ നീ ലജ്ജിതനായി മടങ്ങേണ്ടതായിട്ട് വരും. If you're running in a track that is contradicting to His will, finally when the reward is announced, you will stoop your head in shame. ദൈവം ഉദ്ദേശിക്കാത്ത വിധത്തിലാകുന്നു നമ്മുടെ പോക്ക് എന്ന് വരികിൽ അവൻ ചോദിക്കുന്നു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? If a walks under coins or transgressing the law of God, the desire of God, he shoots the question, what are you doing here? ഇന്ന് രാത്രി നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന് മുൻപാകെ ഒരു തിരുത്തലിന് തയ്യാറാകാം. Tonight, before the Lord who loves us, let's give ourselves for a correction. ഇനി അവനോട് ഈ ചോദ്യം ദൈവം 2 വട്ടം ചോദിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. It is tragical enough to say that the Lord had to ask this question twice to Elijah. ഒരു പ്രാവശ്യം ദൈവനോട് ചോദിച്ചു, പക്ഷേ ശരിയായ ഉത്തരം ലഭിച്ചില്ല. രണ്ടാമത് ചോദിക്കുകയാണ്, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? God asked him once, but he didn't get the right answer. Therefore he asked a second time, Elijah, what are you doing here? മഹാനും ഭയങ്കരമായ ദൈവം കേവലം പുഴുവായ മനുഷ്യനോട് ഒന്നിലധികം തവണ ഒരു കാര്യം പറയേണ്ടി വരുന്നത് ഒരു ഭയങ്കരം തന്നെയല്ലേ? Isn't it a strange and terrifying thing for this great, terrifying God to ask a question to man more than once? ഒന്ന് ആലോചിച്ചു നോക്കാം, ദൈവം നമ്മോട് എത്രയോ തവണ ഒരേ ദൂത് ആവർത്തിച്ച് പറയേണ്ടി വന്നു. Just ruminate the same message. How many times did God force himself to repeat it to us? അത് അനുസരിക്കാതിരുന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളിലും ദുരന്തങ്ങളിലും പ്രവേശിപ്പാനിടയായത്? Didn't we land up in lot of challenges and adversities in our lives since we didn't obey those callings? മകനെ മാനസാന്തരപ്പെടുക എന്ന് എത്ര തവണ പറഞ്ഞു? How many times did he repeat, son, repent? ഒരു യൗവനക്കാരനെ സാക്ഷി ഞാൻ കേട്ടു. I hearken to a testimony of a young man, വളരെ സുമുഖനായ ആരോഗ്യദൃഢഗാത്രനായ ഒരു യൗവനക്കാരൻ, a young, handsome, robust-bodied man. ഇഷ്ടമുള്ള വഴികളിലും പാപത്തിന്റെ ചേറ്റിലും അങ്ങനെ മുഴുകി അങ്ങ് ജീവിച്ചു. He took his ways according to his own fantasy and he was marooning in the mire of sin. മാനസാന്തരത്തിന് ആദ്യം വിളിച്ചു, പക്ഷെ കൂട്ടാക്കിയില്ല. God summoned him many times for repentance. He didn't heed. ഒരു പ്രാവശ്യം താൻ ഒരു ആനയുടെ മുൻപിൽപ്പെട്ടു, അന്ന് കൊല്ലപ്പെടേണ്ടതായിരുന്നു, പക്ഷേ വിടുതലുള്ളതായി. Once he was caught unawares before an elephant. His life had to be ended up there, but he was saved. എങ്കിലും മാനസാന്തരപ്പെട്ടില്ല. Still, he didn't repent. ഒടുവിൽ കല്ലടയാറ്റിൽ താൻ ഒരിക്കൽ കുളിക്കാനായി വെള്ളത്തിൽ മുങ്ങി. Finally, in the river of Kallada, he drowned there to take bath. ആറ്റിൽ കാട്ടുന്നുള്ളതായ വലിയ തടികൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിരുന്നു. As he immersed himself, there were lots of wood assembled on that water. വെള്ളത്തിന്റെ ഓളം നിമിത്തം ആ തടി അകലും പിന്നെ അടുക്കും. And according to the tempo of the waves, the slopes would separate and it would reassemble. നമ്മുടെ കഥാപാത്രം വെള്ളത്തിൽ പൊങ്ങിയപ്പോൾ 2 തടിയുടെ ഇടയ്ക്കാണ് പൊങ്ങിയത്. ഉയർന്നതും 2 തടികൾ ഈ കഴുത്തുമായിട്ട് ചേർന്ന് അവർ ലോക്ക്ഡായി. And our main character, once he dipped himself and as he rose, these both locks of wood came back together and now his neck is stranded between those. ആദ്യം രക്ഷിക്കും. Who will save? അവിടെ കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. Plunging in the waters, he implored to God. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. And he was spared. എന്നിട്ട് മാനസാന്തരപ്പെടുന്നില്ല. Still, he's not repenting. പിന്നെ ദൈവം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, മകനെ മാനസാന്തരപ്പെടുക. Again came the announcement of God, son, repent. ഒടുവിൽ 2 കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. Finally, he was totally blind on both his eyes. ഇപ്പോൾ ബോധിക്കുന്നിടത്ത് പോകുവാനോ ബോധിച്ചതെല്ലാം ചെയ്യുവാനോ കഴിയാത്ത നിലയിലായപ്പോൾ, ഒരു നിർഗതിയിലായപ്പോൾ സറണ്ടറായി. Now when he is miserable, helpless in a plight, knowing not where to go and not to do according to his needs, he surrendered. ജീവിതത്തിൽ പിൽക്കാലമെല്ലാം തെരുവോരങ്ങൾ നിന്നുകൊണ്ട് എന്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുതേ എന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനായി മാറി. And the later days of his life, standing on the streets, he used to proclaim, please do not arrive according to my fate in your life. മാനസാന്തരപ്പെടുക എന്ന് ദൈവം എത്ര തവണ പറയേണ്ടി വന്നു? How many times did God has to chant the chorus, repent? ഒരു ചോദ്യം ഒരിക്കൽ കൂടെ ദൈവത്തെ കൊണ്ടത് പറയിപ്പിക്കണമോ അതോ അതിനു മുൻപേ ദൈവത്തിനായി സമർപ്പിക്കണമോ? Do you want God to ask you the same question once more time, or are you surrendering prior to it? മകളെ, നീ സ്നാനം സ്വീകരിക്കുക
എന്ന് എത്ര തവണ പറയേണ്ടി വന്നു? How many times that God you have to say to you, daughter, you baptize? ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി ഇതിന്റെ സാക്ഷ്യം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. Of late, a sister shared her testimony with me. ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, രണ്ടാമക്കളും രക്ഷിക്കപ്പെട്ടു. The husband was saved and both her elder sons. ഗൾഫിലെ പ്രദേശത്തായിരുന്നു, മീറ്റിങ്ങുകൾക്ക് പോകും, പക്ഷേ സ്നാനമേൽക്കുവാൻ തയ്യാറല്ല. And they used to attend the meetings in the Gulf countries. They adhered to the water baptism, however, they not attending the meetings. അസാധാരണമായ വിധം ആഭരണത്തോട് വലിയ ഭ്രമമായി. And now she's so addicted to this wearing of different jewels. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. 10 വിരലിലും മോതിരം ഇടുമായിരുന്നു പോലും. I was surprised to hear what she said. I used to wear this ring on all my 10 fingers. കൈകൾക്ക് കൂടുതൽ വിരലുണ്ടായിരുന്നു, അവിടെ ഇടാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് പോലും. And she decided that had I got additional fingers in my hands, I would have worn the ring even there. ഒരുപാട് അവന്റെ ആഭരണങ്ങൾ ശരീരത്തിലിട്ട് അതിനെ നോക്കി സന്തോഷിച്ച് ഇത് ഞാൻ അങ്ങനെ വർജിക്കുമെന്ന് സ്വയം ചോദിച്ചുകൊണ്ട് കാലം കഴിച്ചുകൂട്ടി. Different types of jewels she adorned herself with, and she was asking herself the question, finally, is it good to deceive you? മകളെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് ദൈവം ഒരുപാട് തവണ ഇടപെട്ടു, പക്ഷേ കീഴ്പ്പെട്ടില്ല. Many times the Lord dealt with her. Daughter, love of the world is enmity towards God, but she didn't yield. ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് ഒരു രാത്രിയിൽ ഒരു രോഗമുണ്ടായി. Once when she came back to the hometown, abruptly she was struck with the disease. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. Very soon she had to be rushed to the hospital. പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്ന ഈ 10 വിരലിലെ മോതിരവും മറ്റാഭരണങ്ങളും മുഴുവൻ എടുത്ത് ഒരു ഡെപ്പയ്ക്കകത്താക്കി അടച്ച് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. All of a sudden she removed all the 10 rings and all her jewels and she kept it inside a box and she went to the hospital. തിരിച്ചു വന്നപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കള്ളൻ കൊണ്ടുപോയി. As she came back, nothing was to be seen. The thief looted it all. ഒടുവിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞു, കർത്താവേ, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. At the end of the story, raising her hand, she confessed, Lord, I surrender. എന്നോട് എത്രയോ തവണ സംസാരിച്ചു, ഞാൻ കേട്ടില്ല. ഇപ്പോൾ ഞാൻ അറിയുന്നു, എനിക്കിനി നിന്നെ അവഗണിച്ച് നിന്റെ ശബ്ദം അവഗണിച്ച് മുൻപോട്ട് ഒരടിയിൽ നീങ്ങാമതല്ല, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Lord, you spoke to me many times, but I ignored it. I didn't heed to those, but now I realize I cannot take another foot forward, not hearkening to your call. രാത്രി ചോദിക്കുന്നു, സഹോദരി സഹോദരന്മാരെ, ദൈവ ഇഷ്ടമെന്തെന്ന് ദൈവം എത്ര തവണ നിന്നോട് പറഞ്ഞു? ഇനിയും പറയണമോ? ഇനിയും ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കണമോ? Tonight, brothers and sisters, the same question reverberates. How many times did God ask you to do His will? Are you forcing Him to say it once again? ഒരിക്കൽ സത്യം പറഞ്ഞതും ദൈവത്തെ പിൻപറ്റതായ വ്യക്തി ഇന്ന് നീ പിന്മാറി കാണപ്പെടുകയാണ്. Once you knew the truth and you followed God, but now you're backslidden. എന്നാൽ ദൈവത്തിഷ്ടം ചെയ്യുന്ന കോടാടി കോടി ജനങ്ങളുള്ളപ്പോൾ ഒരു കേവലം പുഴുവായി നിന്നെ എഴുതി തള്ളുന്നതിന് ദൈവത്തെ ബുദ്ധിമുട്ടില്ല. But when there are millions of people who follow the will of God, the Lord can easily write you off. You are just a worm. കോടിക്കണക്കിന് ജനങ്ങൾ നിത്യം നരകത്തിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞ് പിന്മാറി നീ അവരോടൊപ്പം നരകത്തിലേക്ക് പോകുന്നതിൽ ദൈവത്തിന് കണ്ണടയ്ക്കാവുന്നതേ ഉള്ളൂ. When millions of people are anyway cascading to the lake of fire, Lord can just wing at you to joining the band. എന്നിട്ടും അവിടുത്തെ സ്നേഹത്തിന്റെ അപാര നിമിത്തം നിന്നോട് എത്ര തവണ പറഞ്ഞു, മകനെ മടങ്ങി വരിക. Yet because of the greatness of His love, how many times did He ask you, my son, return? നീ ഒരിക്കൽ അറിഞ്ഞ സത്യത്തെ വെട്ടിക്കളഞ്ഞില്ലേ? Haven't you left the truth that you once knew? ഒരിക്കൽ ഉണ്ടായിരുന്ന കൂട്ടായ്മയെ നീ മുറിച്ചു കളഞ്ഞില്ലേ? Haven't you cut off the fellowship that you once were part in? ഒരിക്കൽ നോടുന്ന ബന്ധത്തിൽ നിന്ന് നീ ദൂരവേ പോയി കളഞ്ഞല്ലോ. You've gone far away from the one spotting you had with നീ me. എന്നിലേക്ക് മടങ്ങി വരിക. My son, come back, turn back to me. എത്ര പ്രാവശ്യം ദൈവം സംസാരിച്ചു? How many times did the Lord speak to you? രാത്രിയിൽ ഒരിക്കൽ കൂടെ ദൈവം സംസാരിക്കുന്നു, മകനെ മകളെ മടങ്ങി വരിക. And tonight, once again, the Lord says, son, daughter, return. എന്നെ നീ അനുഗമിക്കുക, എന്റെ ശുശ്രൂഷകയായെന്ന് ദൈവം എത്ര തവണ സംസാരിച്ചു? How many times did the Lord speak, follow me to my ministry? ഇനിയും പറയേണ്ടതുണ്ടോ? Are you forcing Him to say again? വലിയവനായ ദൈവം ഏതുമില്ലാത്ത നമ്മളോട് ഒരേ കാര്യം ആവർത്തിച്ച് എത്ര തവണ പറയണം, എത്ര തവണ അത് പറയിപ്പിക്കണം? The great God, towards we who were the nothings, how many times do you force Him to ask the same question? ഞാൻ പ്രായപൂർത്തിയാവുന്നതിന് മുൻപേ ദൈവനോട് ശുശ്രൂഷയോടൊന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. Before I came of age, the Lord was dealing with me to do His ministry. എന്നാൽ ഞാൻ അതിനെ പല കാരണം കൊണ്ട് നീക്കിവെച്ച് മുൻപോട്ട് പോയി. Citing different excuses, I was postponing that. നല്ല 20-ാമത്തെ വയസ്സിൽ ദൈവനോട് ഒറ്റ പ്രാവശ്യം പറഞ്ഞു, ഇന്ന്
ഞാൻ നിന്നോട് ഏറ്റവും ഒടുവിലായി സംസാരിക്കുന്നു, ഇനി നിനക്കൊരു അവസരമില്ല എന്ന് പറഞ്ഞു. And at the age of 20, the Lord spoke to me. These are my final words to you. There is no more chance. ഇത് നിന്റെ അവസാന സന്ദർഭം എന്ന് പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. This is your last opportunity, and I trembled before those words. ഞാൻ ഓർത്തു, ഞാൻ ആരോടാണ് കളിച്ചുകൊണ്ടിരുന്നത്? I was wondering, who was I playing against? ഞാൻ ആരോടാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്? Who was I rebelling against? ഞാൻ ആരുടെ ശബ്ദത്തെയാണ് തുടർച്ചയായി അവഗണിച്ചുകൊണ്ടിരുന്നത്? Whose voice was I recurringly neglecting? ദേഹത്തെയും ദേഹിയെയും നരകത്തിലേക്ക് തള്ളിക്കളയുന്ന അധികാരമുള്ള ദൈവത്തെയല്ലേ ഞാൻ കീഴടങ്ങി. I was rejecting the word of the Lord, who is capable to cast my body and soul into the lake of fire. Oh, I yielded. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എന്റെ ദൈവം എന്നോട് ഒരേ കാര്യം എത്ര തവണ പറഞ്ഞു? Let's ask the question to ourselves, the same question. How many times did God repeat to me? ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? Elisha, what are you up to here? നിന്റെ ജീവിതം, നിന്റെ ശുശ്രൂഷ, നിന്റെ പ്രവർത്തനം ഇത് എന്റെ ഹിതപ്രകാരമായിരിക്കുന്നില്ല, ഇത് നീ തിരുത്തിക്കൂടെ? Your life, your works, your ministry is not according to my plan. Don't you care to amend it? നമ്മളെ സ്നേഹിച്ച് കാൽവരിയിൽ തന്റെ ജീവൻ തന്നവൻ നമ്മോട് സ്നേഹത്തോടെ വാത്സല്യത്തെ ഇടപെടുമ്പോൾ നമുക്ക് ഒന്ന് താഴ്ത്തിക്കൂടെ? The one who loved us, the one who gave his own life for us on the cross, when he deals with us love, can't we just surrender? മുമ്പ് ഇസ്രായേലിനെ ഉദ്ദേശിച്ച് ഒരു വാക്ക് പറയുകയാണ്, എഫ്രയീമിനെ, എഫ്രയീമേ, ഞാൻ നിനക്ക് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും എനിക്ക് നിന്നോട് അയ്യോ ഭാവം തോന്നുന്നു. Addressing against the whole Israel comes the word of the Lord. Ephraim, Ephraim, every time I spoke against you, I had an empathy towards you. നിന്റെ നടപടി നിമിത്തം, നിന്റെ മാത്സര്യ നിമിത്തം, അനുസരണക്കേട് നിമിത്തം ഞാൻ നിനക്ക് വിരോധമായി കഠിനമായി സംസാരിക്കുമ്പോഴും എന്റെ ഉള്ളം നിന്നെ ചൊല്ലി ഉരുകുന്നു. എനിക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്, എന്റെ വാത്സല്യം നിലനിൽക്കുന്നു. നീ ഇപ്പോഴെങ്കിലും തിരിച്ചറിയുമോ? Because of your words, because of your walks, because of your actions and your disobedience, true, I dealt with you harshly. However, my heart is throbbing with love towards you, and it's melting because of it. Will you identify it? ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു? If so, what about our relationship with ആത്മീയ God? ജീവിതം എങ്ങനെയിരിക്കുന്നു? What about our spiritual life? അതായത് എന്റെ കൂട്ടായ്മ ജീവിതം എങ്ങനെയിരിക്കുന്നു? What about the life of your partner? എന്റെ സ്വഭാവം എങ്ങനെയിരിക്കുന്നു? What about your character? എന്റെ ശുശ്രൂഷ എങ്ങനെയിരിക്കുന്നു? What about your ministry? നെഞ്ചത്ത് കൈവച്ച് സ്വയം ചോദിക്കാം, ഇതിനു വേണ്ടിയാണോ തന്നെയായിരുന്നുവോ എന്റെ കർത്താവ് ക്രൂശിൽ മരിച്ചത്? Sticking your hand to the chest, let's ask a question to ourselves. Is it for this cause that my Lord died on the cross? എന്റെ സകലപാപങ്ങളും അവൻ വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി, എനിക്ക് പകരം ക്രൂശിൽ ചുമന്ന ക്രൂശിലേക്ക് നടന്നു കയറി മൂന്നാണിമേൽ ആകാശഭൂമി തൂങ്ങി തന്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നതും രക്തത്തിന് അവസാനത്തുള്ള എനിക്ക് തന്നതും ഞാൻ ഇങ്ങനെയായിരിക്കാൻ വേണ്ടി ആകുന്നുവോ എന്ന സ്വയം ഒരു ചോദ്യം ചോദിക്കാം. Let us shoot a question to ourselves, bearing the whole bundle of my sins. He took his tottering steps to the towering peaks of Golgotha, and there he died on the 3 nails. Even the last drop of his blood he oozed out for me. Is it for me to live so? നമ്മുടെ മനസ്സാക്ഷി അയ്യോ ഇങ്ങനെയായിരിക്കാനല്ല എന്നൊരു ഉത്തരം തരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ താഴ്ത്താം, നമ്മുടെ വഴികളിൽ നമുക്ക് തിരുത്താം. And perhaps if our conscience give the response, no child, it's not for this cause, tonight let's surrender, let's correct in the presence of God. നമുക്ക് പറയാം, പ്രിയ യേശുവേ, എന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. Let us look into Jesus and say, my Jesus, behold, I surrender myself completely. ഇനി ഞാൻ താമസിക്കുന്നില്ല. No more do I delay. ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇപ്പോൾ തന്നെ എന്നെ സമർപ്പണം ചെയ്യുന്നു. Behold, now I yield to do thy will. എന്നെ ഏറ്റുകൊള്ളണമേ. Consider me, accept me, Lord. ഞാൻ പാടിയ മലയാള ഗാനത്തിന്റെ ആ ഈരടി നമുക്ക് ആവർത്തിച്ച് പാടാം. മുൻപിൽ വച്ചതാം സന്തോഷമോർത്തവൻ ക്രൂശിനെ സഹിച്ചതിനാൽ തന്നിൽ വച്ചതാം സന്തോഷം ക്രൂശിനെ വഹിച്ചതിനാൽ അവനോട് ചേർന്നിടുവാൻ നീ ക്രൂശിനെ വഹിച്ചിടുക, അവനോട് ചേർന്നിടുവാൻ തേജസ്സണിഞ്ഞിടുവാൻ നീ ക്രൂശിനെ വഹിച്ചിടുക. ആമേൻ. ദൈവം സംസാരിക്കുന്ന കേവലം ക്ഷേമാന്വേഷണം കൊണ്ട് നിർത്തുവാനല്ല. The Lord doesn't speak to you just to
inquire about your well-being. നാം പരസ്പരം സുഖമായിരിക്കുന്നോ, എങ്ങനെയിരിക്കുന്നു, കുടുംബം എങ്ങനെയിരിക്കുന്നു, മക്കൾ എങ്ങനെയിരിക്കുന്നു, ജോലി എങ്ങനെയിരിക്കുന്നു, ക്ഷമാന്വേഷണം അവിടെ തീർന്നു. We inquire to each other about our well-being. What about you? How are you doing? How about your family? What about your profession? That's over there. നമ്മുടെ അവസ്ഥ നല്ലതെന്ന് പറഞ്ഞാലും നമ്മുടെ സ്ഥിതി മോശമെന്ന് പറഞ്ഞാലും ഈ ക്ഷേമാന്വേഷണം ചെയ്യുന്നവർക്ക് അതിൽ ഒരു പങ്കുമില്ല. ചോദിക്കുന്നു, പോകുന്നു, അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. The answer from our side, even though it's negative, even though we say that we are in bad times, the people who ask the question, it doesn't affect them. They just move on. പക്ഷെ നമ്മുടെ ദൈവമോ നമ്മുടെ ചോദ്യം കൊണ്ടാണ് ഉത്തരം മുട്ടിക്കുവാനല്ല, പിന്നെയോ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനാണ് അവൻ വന്നിരിക്കുന്നത്. But what about our God? He has not come here to confuse it with questions, but he has come here to give answer to our questions. ജീവിതത്തിലെ പ്രശ്നം എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് തലകുലിക്കങ്ങ് പോകാനല്ല, പിന്നെയോ പ്രശ്നങ്ങളെ പൂർണ്ണമായി പരിഹരിപ്പാനാണോ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. He doesn't just decide to ask you a fleet of questions, pat on your side and move on, but he has come here to give a solution to those questions. നാം ഒരു കാര്യം പറഞ്ഞാൽ മതി, നമ്മോട് സംസാരിക്കുന്നവൻ നമുക്ക് വേണ്ടി സകലവും ചെയ്യാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാകുന്നു. We just need to be aware of one thing. The speaker who speaks to us is the all-powerful God who has got the authority to perform it all for us. അത് വിശ്വസിക്കുന്നവർ മാത്രം കരമേർത്തിന് ഹല്ലേലൂയ പറയാതെ ദൈവം കേൾക്കട്ടെ. Hallelujah! ഏലിയാവിനെ ചൂരച്ചിലയുടെ കീഴിലേക്കും അവിടെ നിന്നും പർവ്വതത്തിലെ ഗുഹയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ചില നിഷേധാത്മകമായ ചിന്തകളുണ്ടായി. Elijah brought alone under the tree, and he being taken away to the mountain, there were some purposes that couldn't be evaded. നല്ല ചിന്തകളല്ല അവനെ നാട് വിട്ട് ഓടുവാനും ഓടി വിളിക്കുവാനും ഇവിടേക്ക് എത്തുവാനും ഇടയാക്കിയത്. Those were in benevolent intentions or thoughts that forced them to flee from his land and finally arrive in this desolate place. അവന്റെ മനസ്സിലേക്ക് വന്ന തെറ്റായ ചിന്തകൾ, തെറ്റായ വികാരങ്ങൾ ചിലത് മാത്രം നമുക്ക് ചിന്തിക്കാം. The false thoughts, the false things that rose in his mind, let's discuss a few of them. ഒന്ന്, ഭയം. Beginning with fear. ഭയം മനുഷ്യനെ ഭരിക്കുന്നു. അത് ഭരിച്ച് അവനെ കീഴടക്കി അവനെ ഒന്നുമില്ലാതാക്കി തീർക്കും. Dread, it rules over man, it subdues man, and it tarnishes man to nothing. മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് അല്ല അമേരിക്ക ഭരിക്കുന്നത്, അമേരിക്കയെ ഭയമാണ് ഭരിക്കുന്നത്. No, it's not Mr. Donald Trump who rules over America, rather fear. ഇറാനെ ഭരിക്കുന്ന ഖുമേനിയോ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭരിക്കുന്നത് നെതന്യാഹു അല്ല, പിന്നെയോ ഭയമാണ് ആ രാജ്യങ്ങളെ ഭരിക്കുന്നത്. It's not Khomeini who rules over Iran, nor does Netanyahu rule over Israel, rather fear. ഭയം രാജ്യങ്ങളെയും ജനതകളെയും ഭരിക്കുക മാത്രമല്ല, Fear not just rules the people and the land, നേതാക്കളെയും കുടുംബങ്ങളെയും മാത്രമല്ല, not just the rulers and the families. സഭയെയും ദൈവജനത്തെയും ഭയം ഭരിക്കുവാൻ ശ്രമിക്കുകയാണ്. Fear is even attempting to take its grip over the church and the members therein. ദൈവവൈദ്യരായിരിക്കാം, You might be a child of God. ദൈവകൽപ്പന അനുസരിച്ച് വർഷങ്ങളായി ജീവിക്കുന്ന ഉത്തമ വിശ്വാസിയായിരിക്കാം, You might be a perfect, ideal believer. Years together, you are following the laws of God. ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നേക്കാം. You might be a member taking part in ഈ ministry. രാത്രി ചോദിക്കുന്നു, എന്ത് വികാരമാണ് ഭരിക്കുന്നത്? ഭയം ഭരിക്കുന്നുണ്ടോ? Tonight the question, what emotion, what feeling rules over you? Is it fear? അതെ, ഏത് സ്ഥിരനായ മനുഷ്യനെയും ഭയം ഭരിച്ചു കഴിഞ്ഞാൽ അവൻ നിഷ്ക്രിയനായി മാറുകയാണ്. Any strong man, if fear rules over him, he is becoming motionless. കേൾവിക്കാരായി നിങ്ങളെ എന്തുതരം ഭയമാണ് ഭരിക്കുന്നത്? And my dear listeners, today, what type of fear is haunting you? ഭാവിയെക്കുറിച്ചുള്ള ഭയമാണോ? Is it the fear about your future? കുടുംബത്തിന്റെ മുൻപോട്ടുള്ളതായ കൊണ്ടുപോകാനുള്ളതായ സംബന്ധിച്ചതായ ഭയമാണോ? Is it the anxiety about pulling through your family ahead? അതോ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിലെ വിജയ അപരാജയങ്ങളെ കുറിച്ചുള്ളതായ അലട്ടുന്ന ചിന്തകളോ ഭയമാണോ? Or are those fearful thoughts about taking your family and the things that you indulge in ahead? അതുപോലെ പ്രത്യേക രോഗം ശരീരത്തെ അലട്ടുന്നതിനാൽ ഉള്ളതായ ഭയമാണോ? Or is it a fear that results out of the chronic disease that strikes your body? അതോ ഏതെങ്കിലും ഒരു ശത്രുതനക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് ഉള്ളിൽ കടന്നുകൂടിയ ഭയമാണോ? Or is it a fear of a rival, a foe that is risen against you? ഭരിക്കുന്ന ഭയം ഏതു തന്നെയായിരുന്നാലും ഉത്തരം ഒന്ന്, യേശു. No matter the type of fear that rules over you,
The answer is one, Jesus. യേശുവിന് എല്ലാ ഭയവും നീക്കുവാൻ കഴിയും. Jesus can remove all sorts of fear. ഈ പന്തൻകീഴിലിരിക്കുന്നവര് ഏതുതരം ഭയത്തിന് കീഴ്പ്പെട്ടിരുന്നാലും അവയെല്ലാം ഒരു നിമിഷം കൊണ്ട് ദൂരീകരിച്ച് അവരുടെ ഹൃദയത്തിന് സമ്പൂർണ്ണ സ്വസ്ഥതയും വിശ്രാമം നൽകുവാൻ കർത്താവിന് കഴിയും. Once under this bundle, you might be under the grip of anything, be it whatsoever. In a moment, the Lord is able to eliminate all those fears and give you solace. ഭയനിമിത്തം മനുഷ്യർ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ആലയങ്ങളിലേക്കും ഓടുകയാണ്. Because of fear, man is running to pilgrim centers and worshipping കൈ holes. നിറയെ കാണിക്ക അവിടുത്തെ കാണിക്ക വെച്ചിട്ടിടുകയാണ്. A handful of money he is placing before the എന്നാൽ altar. യഹൂദന്റെ ആലയത്തെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർന്നു. But beholding the Jews, Jesus said, you have converted my temple into the house of thieves. ഈ കാലത്ത് ഒട്ടുമിക്ക ആരാധനാലയങ്ങളും അങ്ങനെ കള്ളന്മാരുടെ ഗുഹയായി മാറിക്കഴിഞ്ഞു. These days, many worshipping centers are already translated to den of thieves. എന്നാൽ പെന്തക്കോസ്ത് സഭകളെ കുറിച്ചും അങ്ങനെ ഒരു ആരോപണം ഉയരുമെങ്കിൽ അത് കേവലം ലജ്ജാവഹമാണ്. But if such a controversy is rising about even Pentecostal people, that is truly a matter of shame. നമ്മുടെ ദൈവം നമ്മളെ ആക്കിയെടുത്ത് നാം പൂർണ്ണമായി വിശ്വസ്തരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. God expects that we will be absolutely faithful in where God has appointed us. ഇന്ന് രാഷ്ട്രീയ നേതാക്കളോട് ചോദിച്ചാൽ അവിടെ കരങ്ങൾ ശുദ്ധമല്ല. Today, if you ask the question to the political leaders, no, their hands aren't clean. വോട്ട് ചോദിച്ചുകൊണ്ട് നേതാക്കന്മാർ വരുമല്ലോ, ഒരൊറ്റ ചോദ്യം ചോദിക്കുക, താങ്കൾ ഈ ഖദർ ധരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഇന്നുവരെയും ഉള്ളതിൽ താങ്കളുടെ ബാങ്ക് ബാലൻസ് ഒരുപോലെയാണെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? When the leaders visit your house seeking votes, you just ask them a single question. You have started wearing this white linen until this moment, from the start comparing to now, is your bank balance the same? What will be the answer? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപന ഉദ്യോഗസ്ഥനോടോ താങ്കൾ ജോലി പ്രവേശിച്ച് നാൾ കഴിഞ്ഞ് ഇത്ര വർഷങ്ങളായി ഈ ജോലി ഇന്നലെ ശമ്പളം മാത്രമല്ലാതെ വേറെ സമ്പാദ്യം ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, To a government officer or perhaps someone who works in the company, if you post the question so many years after you started working in this particular place, what's your bank balance comparing to where you started? എവിടെയും കൈക്കൂലിയും വഞ്ചനയും തട്ടിപ്പും മോഷണവും ഒരു സാധാരണ കാര്യമായി തീർന്നു. Everywhere, cheating, looting, deception, corruption has been an ordinary task of the day. മനുഷ്യൻ ഭയനിമിത്തം അഭയം തേടി ആശ്വാസം തേടി സമാധാനം തേടി ചെല്ലുന്നതായ ആരാധനാലയങ്ങൾ പോലും കളങ്കിതമായി മലിനമായി തീർന്നിരിക്കുന്നു. Governed by fear, the very places of worship that men run to seeking asylum, even that has become a place of scandal. അത് നിമിത്തം തന്നെ അവന്റെ ഭയം ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. And because of that, the fear is increasing double-fold. അതെ, ഭയം മഹാമാരിയെ, യുദ്ധത്തെയോ ശത്രുവിനെയോ വ്യക്തിയുടെ ഭാവിയെക്കുറിച്ചോ എന്തുമായിക്കൊള്ളട്ടെ, Fear about epidemic, fear about war, fear about the future of children, whatever it may be. ഇനി അല്ല സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയമായിക്കൊള്ളട്ടെ. Maybe fear about the future of the church. എന്നാൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. But Jesus says, I am with you. അവിടുന്ന് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. He says, fear not, for I am with you even to the end of the world. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ശക്തി ഇന്നും മനുഷ്യൻ അനുഭവിച്ചു തീർന്നിട്ടില്ല. The power behind the promises of God, hitherto man hasn't finished enjoying it. ആഫ്രിക്കയിലെ നരഭോജികളായ മനുഷ്യർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ള ആ വാർത്ത കേട്ട് അവർക്കും ഒരു വിലപ്പെട്ട ആത്മാവട്ടതുള്ളതായ ആത്മഭാരത്തോടുകൂടെ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആ ഇരുണ്ട ഭൂഖണ്ഡത്തിലെ അന്ധകാരപൂരിതമായ വെളിച്ചം കടന്നില്ലാത്ത വനത്തിലേക്ക് യാത്രയായി. David Livingstone pondered about the thought that the cannibals in Africa, in the dark continent, hitherto they haven't accepted Jesus as a savior. He set out the mission of propagating the gospel to that dark continent. ഒരു ഡസൻ തവണയെങ്കിലും മലമ്പനി ബാധിച്ചു. At least more than 1 dozen of times he was afflicted with a malady. എത്രയോ തവണ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയനായി. Many times he became the prey of wild beasts. ഒരിക്കൽ സിംഹം ആക്രമിച്ച് വലത്തെ കൈ ഭുജം കടിച്ചു പറിച്ചു കളഞ്ഞു. Once a lion attacked him and his right hand was torn apart. ആ കൈക്കൊരു സ്വാധീനക്കുറവുണ്ടായി. And after that hand wasn't working effectively. അനേക വർഷങ്ങൾക്ക് ശേഷം താൻ തന്റെ നാട്ടിലേക്ക് മടങ്ങുമെന്ന് ഒരു ആരാധന മധ്യേ എഴുന്നേറ്റ് നിന്റെ സാക്ഷ്യം പറഞ്ഞു. After years he came back to his hometown. In the midst of his service he gave a testimony. ദൃഢഗാത്രനായ യൗവനക്കാരനായി പോയ ആ രൂപമല്ല നിങ്ങൾ ഈ കാണുന്നത്. That firm-minded young man who set out, you're not seeing that figure now. എന്നാൽ ഈ നിലയിൽ ഞാനായിരിക്കുമ്പോഴും എന്നെ ഇന്നും പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്റെ കർത്താവ് എനിക്ക് തന്ന ഒരു വാഗ്ദത്തമാണ്. But even while I am in the state that I am today, what held me fast to this is the promise of God that God gave me. ലോകാവസാനത്തോളം
ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വാഗ്ദത്തമാണ്. The promise of God, behold, I am with you even unto the end of the world. ഏലിയാവൻ എന്ന വണ്ണം ഭയം രസിച്ചിരിക്കുന്ന എത്ര പേര് ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുന്നു? How many people, just like Elijah, inclines to these words, struck with fear in your life? നമ്മോട് കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. The same words of God echo even to us, son and daughter, fear not, for I am with you. ഒരു രാത്രി, ഒരു പകരമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. Not a day, not a night, not a month, not a year, but till the end of your days, I am with you. ഞാൻ എന്റെ സമാധാനം നിനക്ക് തരുന്നു. I kept my peace to you. നമ്മുടെ ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. നമ്മുടെ ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. സമാധാനമേ, അവൻ എന്റെ സമാധാനമേ. സമാധാനമേ, അവൻ എന്റെ സമാധാനമേ. സകലവും നന്മയ്ക്ക് ചെയ്യുന്നവനെല്ലോ എനിക്ക് കരുതിട്ടുണ്ട്. സകലവും നന്മയ്ക്ക് ചെയ്യുന്നവനെല്ലോ എനിക്ക് കരുതിട്ടുണ്ട്. സമ്പന്നനോ അവൻ സന്നിധി മതി, എനിക്കവൻ ചെയ്യപ്പെടും. സമ്പന്നനോ അവൻ സന്നിധി മതി, എനിക്കവൻ ചെയ്യപ്പെടും. Hallelujah. ഏലിയാവനുണ്ടായ മറ്റൊരു നിശ്ചിതാത്മകമായ ചിന്തയായിരുന്നു ജീവിതം മതി എന്നത്. Now, another inevitable thought that arose in his mind is, enough of this life. ജീവിച്ചത് മതി, ഇനി മരിക്കണം. Enough, I had had all the living, now I have to die. 2025 ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഈ കൊച്ചു കേരളത്തിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 40,000. 40,000 people are the number of the cases of suicide in Kerala within the first 3 months of the year 2025. എന്ന് പറയാം, വെറും 3.5 കോടി ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് വർഷം 10,000 വരെ ആത്മഹത്യ ചെയ്യുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? With a population of 3.5 crore people in the small Kerala, more than 40,000 people committed suicide in 3 months. പലവിധമായ കാരണങ്ങൾ നിമിത്തം ഈ ദുഷ്ടചിന്ത മനുഷ്യനെ അലട്ടുന്നു, വിശ്വാസികളെയും അലട്ടുന്നു എന്നുള്ളത് ഒരു സങ്കടകരമാണ്. Owing to a range of reasons, this evil thought is affecting people, sad to say, even believers. ജീവിതം മതി, ഇനി മരിച്ചാൽ മതി എന്നുള്ള ചിന്ത ശുശ്രൂഷകരിലേക്ക് കടക്കാം. അതാണ് ഏലിയാവിന്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. The thought, enough of my life, now I have to die, that might even trespass the workers of God. That's what Elijah teaches us. ഇങ്ങനെയുള്ള ഒരു ചിന്തയ്ക്ക് കാരണം രോഗമായിരിക്കാം, സാമ്പത്തിക തകർച്ചയായിരിക്കാം, ശുശ്രൂഷയുടെ സമർത്ഥമായിരിക്കാം. The reason for such a thought might be personal reasons, sickness, bankruptcy, or even crumbling in shame in ministry. എന്തുവാകട്ടെ, ആ ദുഷ്ടചിന്തയെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കാം. Come what may, rebuke that wicked thought in the name of Jesus. അതെ, ആത്മഹത്യയോടുകൂടെ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതില്ല. Don't think that all your problems are going to be resolved with suicide. കഴിഞ്ഞ ശുശ്രൂഷയുടെ ചില വർഷങ്ങൾക്കിടയിൽ എത്രയോ വ്യക്തികളെയായിട്ടും കുടുംബമായും ആത്മഹത്യയെന്ന് പിന്തിരിപ്പിക്കുവാൻ കൃപയാൽ ഇടയായി. During my experience in this ministry over the past years, God gave me the grace to withdraw many people from the verge of suicide, individuals and families. അപ്പോഴെല്ലാം മനസ്സിലായ കാര്യമുണ്ട്, ഇതൊരു ദുഷ്ടാത്മ ശക്തിയുടെ വ്യാപാരം. I recognize one thing, that this is the operation of a wicked force. കേവലം ഒരു നിരാശയോ ഒരു അധീരമോ ഒരു ഭയവുമല്ല, ഇതൊരു ദുരാത്മാവ് വന്ന് ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും. No, that's not despair, that's not depression, that's not distress. An evil force comes, drags them to suicide. ജീവൻ എടുക്കുവാനുള്ള തീരുമാനം ജീവനെ തന്നവനെ നമുക്ക് വിടാം, നാം സ്വയം തീരുമാനിക്കേണ്ട. Let us leave the decision to take our lives to the one who gave it, and let's live our lives. നമ്മുടെ പ്രശ്നങ്ങൾ എന്തുതന്നെയായിരുന്നാലും ദൈവത്തിൽ ആശ്രയിക്കാം. പ്രശ്നങ്ങൾ ക്രമേണ പരിഹരിക്കപ്പെടും. ദൈവം ഒരു പുതിയ വഴിയെ തുറക്കും. Whatever be the pile of our problems, let's trust in our Lord. The problems will take care of itself. The Lord shall open a new way. ഏലിയാവിലേക്ക് വന്ന മറ്റൊരു നെഗറ്റീവ് ചിന്തയാണ്,
ശുശ്രൂഷ ഒരു പരാജയമാണ് എന്നത്. Another negative thought that rose in the mind of Elijah is, my ministry is a failure. വേദോസ്തവം പരിശോധിച്ചാൽ ഇത്ര ശക്തിമത്തായ ശുശ്രൂഷ ചെയ്തവർ വളരെ വിരളമാണ്. Scan through the pages of the scripture and you can scarcely find about people who did such a powerful ministry. ഇത്ര വലിയ ഉണർവിന് നേതൃത്വം വഹിച്ചതും മുഖാന്തരമായി തീർന്ന ദൈവദാസന്മാർ വളരെ കുറവാണ്. There are very limited people who were at the helm of such a huge storm of revival. എന്നിട്ടും ഏലിയാവ് ചിന്തിക്കുകയാണ്, ശുശ്രൂഷ മതി, ഇനി ചെയ്യണമെന്നില്ല. Still, this Elijah thinks, enough of my ministry, nothing more to do. അവൻ പറയുകയാണ്, എന്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ എന്റെ മുൻ പ്രവാചകന്മാരൊക്കെ ശ്രമിച്ചിട്ടും ഈ ജനത്തെ തിന്മയിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിപ്പിക്കുവാൻ കഴിയാതെ പോയില്ലേ. These are his words. My forefathers, my preceding prophets, and all of them, they tried the level best, still they were not able to turn this people to God. ഞാൻ എത്ര പ്രവചിച്ചിട്ടും എത്ര ഉണർയോഗങ്ങൾ നടത്തിയിട്ടും ജനങ്ങൾ ഇനിയും തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്നുവല്ലോ. After giving a bevy of prophecies, after conducting a fleet of revival meetings, still the people are being dragged into this forbidden state of backsliding. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല, എന്റെ പിതാക്കന്മാർക്കും ഇത് പൂർണ്ണമായി വിജയിപ്പാൻ കഴിഞ്ഞില്ല, എനിക്കും തിന്മയെ തുടച്ചു നോക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എന്റെ ശുശ്രൂഷ ഒരു പരാജയം പോലെ. I am no better than my forefathers. My forefathers failed in taking this ministry to perfection, and even I am failing. Henceforth, I am a failed അതുകൊണ്ട് man. ശുശ്രൂഷ ചെയ്തത് മതി. Therefore, enough of this ministry. ഒരു പരീക്ഷാർത്ഥി പരീക്ഷ ഇടുന്ന വ്യക്തി തനിക്ക് താൻ തന്നെ മാർക്കിടുന്നത് പോലെ ആയിപ്പോയി ഈ ഏലിയാവിന്റെ തീരുമാനം. Beloved ones, what can we say? But this decision of Elijah is just like one who is writing the exam. He himself is giving the marks. ലോകത്തിലേത് സ്ഥലത്തായിരുന്നാലും ശ്രദ്ധിക്കുന്നതും ശ്രദ്ധിക്കപ്പെടാത്തായിരുന്നാലും മനുഷ്യന് വലുതായി തോന്നിയാലും ചെറുതായി തോന്നിയാലും ഞാൻ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയ്ക്കും മാർക്കിടുന്നതും പ്രതിഫലം തീരുമാനിക്കേണ്ടതും ദൈവമാണ്. You be in any nook and corner of the world. Visibly it might seem to be a mammoth ministry before man, and even a trivial one. But remember, God in heaven, He gives the marks, He gives the reward for your ministry. ഏലിയാവേ, നീ ഒരു പരാജയമാണ്, നിന്റെ ശുശ്രൂഷ വ്യർത്ഥമാണെന്ന് ദൈവം പറഞ്ഞുവോ? Elijah, you are a failure. Your ministry is a failure. Did God say these words? യജമാനൻ 5 താലന്ത് കൊടുത്തു, അത് വ്യാപാരം ചെയ്ത് ദാസൻ 5 കൂടെ നേടി. The master gave 5 talents, and he distributed, and the servant, he won 5 more. 2 താലന്ത് വ്യാപാരം ചെയ്ത് 2 കൂടെ നേടി. The one who was given 2, he distributed 1, 2 more. 5 നേടിയവനെയും 2 നേടിയവനെയും യജമാനൻ പറഞ്ഞു, നല്ലവന് വിശ്വസ്തനുമായ ദാസനെ. To the one who won 2 and 5 more respectively, the congratulating words of the master were, well done, good and faithful servant. വ്യാപാരം ചെയ്ത് നേടിയ തുകയുടെ വലിപ്പ ചെറുപ്പമല്ല, അവർ ചെയ്തതായ അർപ്പണബോധവും അധ്വാനവും ആണ് യജമാനൻ അംഗീകരിച്ചത്, പുകഴ്ത്തിയത്. It is not the sum of the money that they won through this distribution, however, it was the effort, the dedication that they put through this attempt, that was what the master appreciated. ദൈവം എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. Our God has called you, He has called me. ഒരു പ്രത്യേക പ്രവൃത്തിക്കായി വിളിച്ചിരിക്കുന്നു. For a specific mission He has called us. അത് കുടുംബത്തിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, അത് സ്വദേശത്തായിരിക്കാം, വിദേശത്തായിരിക്കാം. That might be in the ministry, in a workspace, in a faraway land, or even in a homeland. സഭയിൽ ദൈവജനത്തിനിടയിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം. Might be in the midst of the congregation inside the church or even outside it. ദൈവം വിളിച്ച വിളിയിൽ വിശ്വസ്തരായിരിക്കാം. Let's be faithful in the calling with which God called us. ഏൽപ്പിച്ച ശുശ്രൂഷയെ തുടർന്നുകൊണ്ടേയിരിക്കാം. Let's continue to do the ministry that God has appointed us to അവർ do. ഏൽപ്പിച്ചതായ താലന്ത് 5, 2, 1 ആയിക്കൊള്ളട്ടെ, വ്യാപാരം ചെയ്യാം സന്തോഷത്തോടെ, വിശ്വസ്തയോടെ. The talents that He committed us, let the numbers be 10, 5, 2 or 1. Let's do it faithfully. നമ്മുടെ പ്രവൃത്തിയുടെ ഫലത്തെ വിലയിരുത്തുവാൻ ദൈവത്തെ വിട്ടാട്ടെ, നമ്മുടെ ശുശ്രൂഷയും സേവനവും പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കാം. Leave the task of giving the reward to the works that we do to God. Let's focus on our ministry, focus on our actions. അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കും. Such the Lord He shall honor. ഈ ഏലിയാവിന്റെ മനസ്സിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട നിഷേധാത്മക ചിന്തയാണ്, A striking, inevitable thought that rose in the mind of Elijah is, ദൈവം ദുഷ്ടനെ ന്യായവിധിക്കാത്തത് എന്തുകൊണ്ട്? why does God not judge the wicked? ഇങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത കൊണ്ടിരിപ്പുണ്ടോ?
Is anyone in this congregation who hasn't done so at least once? ഇത് ഭക്തന്റെ അഭക്തന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉയർന്നിട്ടുള്ള ഒരു പഴയ ചോദ്യമാണ്. In the life of the godly and the ungodly, this is an old phrase that is repeated. നമ്മളെല്ലാം ധരിക്കുന്നത് ദൈവം സർവശക്തിയുള്ള ദൈവം വളരെ പെട്ടെന്ന് ശിക്ഷിക്കണം, വളരെ പെട്ടെന്ന് ദുഷ്ടനെ ന്യായവിധി വരുത്തണമെന്നാണ്. What we think is God is a powerful God, He is perfect in holiness, abruptly all of a sudden He should condemn the unrighteous and the wicked. നമ്മുടെ ചെറിയ കൊച്ചു തലയ്ക്കുള്ളിൽ വരുന്നതായ ഈ പ്രതികാര ഈ പ്രതികൂലമായ ചിന്തകളല്ല ദൈവത്തിന് മനസ്സിലുള്ളത്. The thought of revenge that rises in the small tiny head of ours, that's far away from the thought that God has. പലപ്പോഴും ചോദിച്ചു പോവുകയാണ്, ദുഷ്ടതയും അക്രമവും അനീതിയും ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ ദൈവം കാലതാമസം വരുത്തുന്നത് എന്തുകൊണ്ട്? Many times we ask the question, for the wicked, for the unrighteous, for the ungodly to judge them, why does God delay? Why does He delay? എന്റെ ജോലി സ്ഥലത്ത് ഞാൻ എത്ര അനീതി അനുഭവിക്കുന്നു. In my workspace, what all sort of unrighteousness visits me? എന്റെ കുടുംബത്തിൽ ഞാൻ എത്രയോ അന്യായം അനുഭവിക്കുന്നു. Not to say much, even in my family, I face a lot of injustice. ദൈവജനത്തിൽ നിന്നും ആത്മീയരെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നും ഞാൻ എത്രയോ പീഡനങ്ങൾ അനുഭവിക്കുന്നു. From the so-called people of God, from the so-called spiritual people, I'm tortured and tormented. ദൈവം എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? Why doesn't God judge them? ദൈവം എന്തുകൊണ്ട് ന്യായം വിധിക്കുന്നില്ല? Why doesn't God condemn them? ഇത് ഭക്തന്മാര് വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. Years, generations, ages, this is the same question posed by the godly. ദൈവത്തിന്റെ ഈ നിലപാടിനോടുള്ള പ്രതിഷേധ സൂചകമായി നാട്ടുകാർ പറയുന്ന ഒരു വാക്യമുണ്ട്. And there is a word given to us by the inhabitants of the land as a mode of protest against God. എന്ത് പറയാനാ? ദുഷ്ടനെ പനപോലെ തഴപ്പിക്കുന്നുവല്ലേ ബൈബിള് പറയുന്നത്? What to say much? The Bible says that He makes the wicked grow like a huge tree. നിങ്ങളുടെ ആരെങ്കിലും ബൈബിളിൽ ആ വാക്യം കണ്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. Have you seen that verse in any of your Bibles? Because I haven't come across it. ദുഷ്ടനെ ദൈവം പനപോലെ തഴപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. God has never said that He is going to make the wicked flourish just like a huge tree. പകരം നീതിമാൻ പനപോലെ തഴയ്ക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. Instead, the righteous shall thrive like a huge tree, it's written. പക്ഷേ ദുഷ്ടൻ തന്റെ ദുഷ്ടത തുടരുകയും അവന് അടിക്കടി നന്മ വരികയും ദൈവശിക്ഷ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മള് പ്രതിഷേധിച്ച് പറയുകയാണ്, ചുമ്മാതല്ല ദുഷ്ടനെ പനപോലെ തഴപ്പിക്കുക, അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ട്. But when the wicked is continuing in his wickedness, there is no sort of condemnation or judgment that befalls upon him. We shoot the phrase, no wonder the word of God says He makes the wicked flourish like a tree. ഈ ചോദ്യം എത്രയോ ഭക്തന്മാര് പോലും ചോദിച്ചിട്ടുണ്ട്. Out of the tongue of many godly slipped out this question. യോബിന്റെ പുസ്തകം 24 അധ്യായം 1 വാക്യം ഒന്ന് വായിച്ചാണ്. Turn to the book of Job chapter 24, the first verse. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? Why saying times are not hidden from the Almighty? Do they that know Him not see His days? ഒരു ദുഷ്ടന് സർവശക്തനായ ദൈവം ശിക്ഷ നിയമിക്കാത്തത് എന്തുകൊണ്ട്? Why is God not meting condemnation to a wicked man? ദൈവത്തിന്റെ ആ ന്യായവിധിയുടെ ദിനങ്ങളെ ഒരു ദുഷ്ടൻ കാണാതിരിക്കാൻ കാരണം എന്താണ്? What's the reason behind the wicked not seeing the terrifying days of judgment of the Lord? ഇതേ ചോദ്യം ആസാഫ് ചോദിച്ചിട്ടുണ്ട്. Asaph, he asked the same question. പ്രവാചകനായ യിരെമ്യാവ് ചോദിച്ചിട്ടുണ്ട്. Prophet Jeremiah asked it. ഒരു വിശ്വസ്തനായ പ്രവാചകനായ യിരെമ്യാവ് ചോദിക്കുകയാണ്, ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുന്നത് എന്താ? Jeremiah, the faithful prophet, he asked, why is the way of the wicked so good and prosperous? ദ്രോഹം പ്രവർത്തിക്കുന്നവർ നിർഭയരായിരിക്കുവാൻ കാരണം എന്ത്? Why do those who perpetrate these things, why they not fearful? മലാഖ്യ പ്രവചനം 3 അധ്യായം 14-15 വാക്യങ്ങളില് ആലയത്തിലെ ശുശ്രൂഷകന്മാരെ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. Malachi chapter 3 verses 14 and 15, even the priests in the temple, they posed this question. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കടുപിടിച്ച് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ദുഷ്പ്രവർത്തിക്കാൻ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവൻ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. He has said, it is vain to serve God, and what profit is it that we have kept the ordinance, and that we have walked mournfully before the Lord of hosts,
And now we call the proud happy, that work wickedness or set up, that are tempted or even delivered. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ പോലും ദൈവത്തോട് ഈ ചോദ്യം ചോദിച്ചു. Even the ones who serve the Lord in the temple, they have asked God this question. ദുഷ്പ്രവർത്തിക്കാർക്ക് അടിക്കടി ഉയർച്ച തന്നെ ഉള്ളൂ. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? Those who perpetrate evil things, they are promoted often. Why does this ദൈവത്തെ happen? പരീക്ഷിക്കുന്നതിന് ശിക്ഷ ഉണ്ടാകുന്നില്ലല്ലോ, എന്തുകൊണ്ടാണോ? They that tempt God, they are not condemned. Why? അതിന്റെ ഉത്തരം നാം ഉത്തരം നമ്മൾ തേടിയാൽ ഒന്നാമത് പറയേണ്ടത് ദൈവം ദീർഘക്ഷമയുള്ളവനാകിയാലാണ്. If we go for a quest for that particular reason, the first reason will be God is long suffering. അതെ, ദൈവം ദീർഘക്ഷമയുള്ളവൻ. God is long suffering. പെട്ടകം ഒരുക്കുന്നതായ സമയത്ത് ദൈവം ദീർഘക്ഷമയോടിരുന്നു. When the ark was being prepared, the Lord tarried with long suffering. പെട്ടകത്തിന്റെ പണി തീരുന്നവരെയും ജനങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് കയറുവാൻ മാനസാന്തരപ്പെടുമോ എന്ന് അവൻ കാത്തിരുന്നു. Till the construction of the ark was accomplished, he waited with long suffering. Will anyone more enter the ark? മോശ തന്റെ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തു. അവരുടെ ശിക്ഷയെ ഒഴിവാക്കണമേ, ദൈവം അത് മാറ്റിവെച്ചു. Moses interceded for his people. Lord, please take off the punishment for this people. And God heeded. എത്ര ഹീനപാപിയോടും എത്ര ദുഷ്ടനോടും ദൈവം വളരെ ദീർഘക്ഷമയുള്ളവനാണ്. To any heinous sinner, to any unrighteous man, the Lord unveils his long suffering. അതിനുള്ളതായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, If you ask, what's the reason? നീതിമാനെ പോലെ ദുഷ്ടനും ദൈവ സൃഷ്ടിയാണ്. Just like the unrighteous, the righteous, even the wicked, is the creation of God. നീതിമാന്റെ ആത്മാവിനും ദുഷ്ടന്റെ ആത്മാവിനും ഒരേ വിലയാണ്. The soul of the trust and the soul of the wicked holds equal value. പല സൃഷ്ടിയിൽ ഒരാൾ പോലും നിത്യനരകത്തിന് പോകരുത് ദൈവത്തിന് വലിയ നിർബന്ധമാണ്. God is stubborn-minded that not even one of his creation should land in eternal lake of fire. പക്ഷേ മനുഷ്യനെ വഞ്ചിച്ച് തന്നോടുകൂടെ നരകത്തെ എത്തിക്കണമെന്ന് പിടിവാശിയുള്ളത് പിശാചിനാണ്. But it is devil who is so adamant that man should be somehow erred from his way and dragged to the pit of hell. അങ്ങനെ അതുകൊണ്ട് ദൈവം മനുഷ്യന് മാനസാന്തരപ്പെടാൻ പരമാവധി സമയം നീട്ടിക്കൊടുക്കുക. Therefore God is optimating, giving the maximum time span for man to repent. ചെയ്യും അറിയുന്നു, മരിച്ച ശേഷം മാനസാന്തരത്തിന് പിന്നെ അവസരമില്ല. God knows that there is no chance for ദൈവം repentance. പരമാവധി ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. Therefore, to the most possible extent, God is expanding the ഒരു lifespan. നീതിമാൻ 50 വയസ്സിൽ മരിച്ചാൽ 30 വയസ്സിൽ മരിച്ചാൽ ആത്മാവ് ദൈവരാജ്യത്തിൽ കാണും. If a righteous dies at the age of 30 or 50, his soul will be kept safe in the kingdom of heaven. ദുഷ്ടൻ മരിച്ചാലോ എന്നേക്കും നഷ്ടപ്പെടുകയാണ്, പിന്നെ അവൻ അവസരമില്ല. Consider the death of the wicked, he is lost forever, no more chance. സൃഷ്ടിയായ മനുഷ്യനോടുള്ള ദീർഘക്ഷം നിമിത്തം അവന് അവസരം കൊടുക്കുവാൻ അവനെ ശിക്ഷ ദൈവം നീട്ടിക്കൊണ്ടുപോകുക. Hark the long suffering of God to his own creation man. To evade his punishment, the days of his life are being extended. കേരളീയനായ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു, ദൈവം ഇല്ല എന്ന് പ്രസംഗിച്ചവനും പുസ്തകം എഴുതിയതുമായ ഒരു വ്യക്തി. And there was a popular rationalist and atheist in Kerala who even published books that God doesn't exist. എന്നാൽ ആ മനുഷ്യൻ മരിച്ചത് 80-ാമത്തെ വയസ്സിൽ. But that man died at the age of 80. അനുയായികൾ ചോദിക്കുകയാണ്, ദൈവം എവിടെ? ദൈവം ഉണ്ടോ? ദൈവം ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ല. എങ്ങനെ നേതാവിന് 80 വയസ്സ് വരെ ജീവിച്ചിരുന്നു. And the people around ask, where is God? Is there God? If God is there, see this man lived for 80 പള്ളിയിൽ years. പോകുന്നവനും പ്രാർത്ഥിക്കുന്നതിനും ഭക്തിയോടെ ജീവിക്കുന്നതിനും ദൈവത്തെ ഇടപെടാതെ വിളിക്കുന്ന എത്ര പേര് 40 വയസ്സിൽ 20 വയസ്സിലും മരിക്കുന്നില്ലേ? The godly who go to church, who take part in worship, who live a disciplined life, they die at the age of 40 and 50. ദൈവം ഇല്ലെന്നുള്ളത് അതൊരു തെളിവല്ലേ എന്നാണ് ചോദ്യം. Isn't that a proof that God doesn't exist? ദൈവമില്ല എന്ന് പ്രസംഗിച്ചിരുന്നവൻ 80 വയസ്സിൽ മരിച്ചത് ദൈവം ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവം ഉള്ളത് കൊണ്ടും അവൻ ദീർഘക്ഷമയുള്ളതുകൊണ്ടുമാണ്. A man who preached that God doesn't exist, he died at the long age of 80. It's not because God doesn't exist, but it's because God exists and he is long suffering in nature. നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുമെങ്കിൽ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. Hallelujah! ദൈവം ദീർഘക്ഷമയുള്ളവനാകിയാൽ ദൈവം ഇല്ലെന്ന് തിരത്തിന് പറയുന്നവനും 80 വയസ്സ് വരെ ആയുസ് നീട്ടിക്കൊടുത്തു. എങ്കിലും എല്ലാറ്റിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. Thanks to the long suffering of God, those who claim that God doesn't exist, their lifespan is extended till 80, but still there is a period for everything. അത് ന്യായവിധിക്ക് ഒരു സമയം ദൈവം നിശ്ചയിച്ചു. Next up, God is an appointed time for judgment. ദൈവത്തിന് എല്ലാറ്റിനും അതിന്റെ ഒരു സമയമുണ്ട്. God has got due time for everything. ഉൽപ്പത്തി 15-16 വായിക്കുന്നത് പോലെ അതേ അതിക്രമത്തിനും ഒരു തികമുണ്ട്. അപ്പോൾ ദൈവം ന്യായം വിധിക്കും. In Exodus 15, 16
and we read, there is a perfection for iniquity, then the Lord shall judge. അടുത്തത് അനുസരണം കെട്ട ദൈവജനത്തെ അടിക്കുവാനുള്ള വടിയായി ദുഷ്ടനെ ദൈവം ഉപയോഗിക്കാറുണ്ട്. Further, the Lord makes use of the unrighteous or the wicked as a rod to give lashes and bashes to the people who are disobedient. ഇസ്രായേൽ മക്കൾ പിന്മാറിപ്പോയപ്പോൾ അവർക്ക് മാനസാന്തരം കൊണ്ട് വരായി അവരെ അടിക്കുവാനായി അശൂര് ബാബിലോൺ ആദിയായ രാജ്യക്കാരെ ഉപയോഗിക്കുകയുണ്ടായി. And when the Israelites, they retrogressed and they threw away the commandment of God, God used the kingdoms of Syria and Babylon to chastise them. പ്രത്യേക നെബൂഖദ്നേസർ എന്ന രാജ സാമ്രാട്ടിനെ കൊണ്ട് ദൈവം വളരെയധികം ശിക്ഷ മറ്റ് ദേശത്തിന് കൊടുത്തു, ദൈവജനത്തിന് കൊടുത്തു. To specify more, with King Nebuchadnezzar, great judgment was meted out to Israel and to the neighboring lands. അതുകൊണ്ട് ആ വടി അവിടെ ഇരിക്കട്ടെ എന്ന് ദൈവം വെച്ചിരിക്കുകയാണ്. But God has kept that rod to be there. എന്നാൽ ആ വടി ഒടിയുന്നൊരു ദിവസം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. But God has appointed a day in which that rod will be broken. അടുത്തത് നീതിമാൻ ദുഷ്ടനുമുള്ള വ്യത്യാസം ലോകം അറിയേണ്ടതിന് ദൈവം നീതിമാനോടൊപ്പം ദുഷ്ടനെ ഭൂമിയെ ജീവനോടെ വെച്ചിരിക്കുകയാണ്. Further, for the world to see the difference between the just and the unjust, God has kept them both alive on the spear. ഒരു ശൗല് ദുഷ്ടനായിരുന്നു, ദാവീദ് നീതിമാനായിരുന്നു. Saul was wicked, David was righteous. എന്നാൽ ഈ രണ്ടു കൂട്ടരുടെയും ഭരണത്തിന്റെ വ്യത്യാസം ജനം അറിയേണ്ടതിന് ദൈവം രണ്ടുപേരെയും ദീർഘകാലം അനുവദിക്കുകയുണ്ടായി. But for the people to notice the change in the manner of regime, for long days God permitted both of them to rule. അതുപോലെ ദാനിയേല് ആ ജാതീയ രാജ്യങ്ങളായിരുന്നപ്പോൾ നീതിമാനായ ദാനിയേലും അവൻ വിളിക്കുന്ന ദൈവവും മറ്റ് നാമങ്ങളും നമ്മുടെ വ്യത്യാസം അറിയുവാൻ ദൈവം അത് അനുവദിച്ചു. When Daniel was captive in a foreign land, for the land to see the difference between the righteous Daniel who calls out to God and those who don't, he kept them both there. നീതിമാൻ മാത്രം ഭൂമിയിലായിരുന്നാൽ നീതിമാൻ ദുഷ്ടമുള്ള വ്യത്യാസം ലോകം അറിയുകയില്ല. If the righteous alone is maintained on the earth to breathe, the world will not see the difference between the righteous and the unrighteous. ദുഷ്ടന്റെ ശിക്ഷ നീട്ടിക്കൊണ്ടുപോകാൻ വേറൊരു കാരണം നീതിമാന് പ്രതിഫലവും തേജസ്സും വർദ്ധിക്കുവാൻ ഒരു മുഖാന്തരമായി ദുഷ്ടനെ ദൈവം ഉപയോഗിക്കുക. Another reason why the judgment of the evil is prolongated or extended, that's because God wants to see the reward given to the just. ജോസഫിന്റെ സഹോദരന്മാർ ദുഷ്ടത ഒരുപാടുള്ളവരായിരുന്നു, ചെയ്തു. അത് ജോസഫിന്റെ വിലയും അവന്റെ നിലയും അവന് ലഭിച്ച പ്രതിഫലവും വർദ്ധിപ്പിച്ചതേ. The brothers of Joseph were evil and they perpetuated lot of unrighteous deeds, but that just promoted Joseph, gave him both blessings and position. സാമ്രാജ്യത്തിലെ ഹാമാൻ ദുഷ്ടനായിരുന്നു, അവന്റെ പ്രവർത്തനങ്ങൾ ദൈവം അനുവദിച്ചു. അത് മോർദെഖായിയെ പോലെയുള്ളതായ വ്യക്തികൾ ദൈവത്താൽ ആദരിക്കപ്പെടുവാൻ ഉയർത്തപ്പെടുവാൻ മുഖാന്തരമായി ഉപയോഗിച്ചു. Haman, the wicked man in the Persian kingdom, his works were unrighteous and wicked. However, God kept him there to see Mordecai being promoted and elevated. ദുഷ്ടന്റെ ദൈവം ന്യായവിധിക്കാതിരിക്കുന്നതിന് മറ്റൊരു കാരണം ദൈവവൈദ്യന് ദൈവ സ്വഭാവം ഉളവാകുവാൻ ദൈവം ദുഷ്ടന്റെ ഉപദ്രവങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ്. Another reason why God has kept alive the unrighteous on this earth is God is using the unrighteous to transform the character of the godly more and more. ഒരു ഭക്തിയായ സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിക്കർത്താവേ എനിക്ക് ദീർഘക്ഷമ തരണം. A godly woman prayed, Lord, I plead, give me long suffering. ദീർഘക്ഷമ ഒരു പാഴ്സലായിട്ട് കൊടുക്കല്ല ചെയ്തത്, അവിടെ നിരന്തരം ഉപദ്രവിക്കാൻ ചില ആളുകളെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അവരുടെ ഉപദ്രവത്തിലൂടെ നീ ക്ഷമ ശീലിക്കാൻ പറഞ്ഞു. God didn't just give away long suffering packed in a kit. However, adversaries rose against her and God spoke to her, you are going to be groomed into that long suffering nature through these adversities. അത് ആ സ്വഭാവം നമ്മൾ പ്രാപിക്കുക. Yes, for us to get that nature, സഹിഷ്ണുതയുള്ളവരായി തീരുവാൻ. for us to be forbearing. എന്താണ് വ്യത്യാസം? What's the difference? ക്ഷമ എന്നത് ഒരിക്കൽ ഒരു തിന്മ സഹിക്കുന്നതിനെ കാണിക്കുന്നു. Forgiveness or patience shows for once we are suffering one injustice. ദീർഘക്ഷമ ഒരേ തിന്മയെ തുടർച്ചയായി സഹിക്കുന്നതിനെ കാണിക്കുന്നു. Long suffering shows the same injustice or that act is suffered for a longer period. അങ്ങനെ കുറെ കാലം തുടർച്ചയായി ദൈവകൃപയാൽ സഹിച്ചു കഴിയുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്, സഹിക്കുക എന്നുള്ളത് ഒരു സ്വഭാവമായി രൂപാന്തരപ്പെടും. അതിനെ സഹിഷ്ണുത എന്ന് പറയുന്നു. After going through that suffering for a longer period of time and still if we tolerate it, a divine character is groomed. That is called forbearance. നോക്കൂ, ഉപദ്രവിക്കുവാൻ, അപമാനിക്കുവാൻ, പീഡിപ്പിക്കുവാൻ, ദുഃഖിപ്പിക്കുവാൻ, കരയിപ്പിക്കുവാൻ ഒരു ദുഷ്ടനില്ലാതെ എങ്ങനെ സ്വഭാവം ഒരു ദൈവവേദന ഉളവാകും? To torture, to torment, to repress, to suppress, to oppress, unless the wicked is not kept, how will the divine nature be groomed in a godly man? സൗമ്യത,
humility, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന സ്വഭാവം. meekness, a character of loving the enemies. ശത്രു ഇല്ലാതെ ശത്രുവിനെ സ്നേഹിക്കുന്ന സ്വഭാവം എങ്ങനെ ഉളവാകും? Without enemies, how can we cultivate the nature of loving enemies? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യേശുവിനെ അപ്പോസ്തലന്മാരെ പോലെ. Praying for those who torture you, just like Jesus and disciples. ഉപദ്രവിക്കുവാൻ ആളില്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുവാൻ സ്വഭാവം ഉളവാകും? If there is no torture at the other side to torment you, how can that character be groomed? ആശ്രയ ജീവിതം, Trusting life. നിരന്തരമായി നമ്മളെ ഉപദ്രവിക്കുന്ന, വേദനിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന, നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളില്ലെങ്കിൽ എങ്ങനെ ദൈവത്തിന്റെ ആശ്രയം എന്ന സ്വഭാവം നമ്മളിൽ വളരും? Without unceasing tormentors, people who hurt us and torment us, how will that character of trusting in God be groomed in us? ഏലിയാവിന് വലിയൊരു സങ്കടം ഉണ്ടായി. എന്തുകൊണ്ട് ദൈവം തന്റെ ശത്രുവിന്മേൽ ഒരു ശിക്ഷ വരുത്തുന്നില്ല? Elijah was engulfed with a colossal grief. Why does the Lord spare the wicked from being judged? മലാക്കി പ്രവചനത്തിൽ ആലയത്തിലെ ശുശ്രൂഷകർ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് ദുഷ്ടന്മാർ അഭ്യുദയം പ്രാപിക്കുന്നു? Prophet of Malachi, the priest in the temple, is asking the question to the Lord, Lord, why are the wicked safe? Why do they prosper? ഭക്തൻ പരാജകളെ ദൈവം മറന്നുവോ? Is the Lord against the godly? ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമാണോ? Are our ministries in vain? ദൈവം ഒരു മറുപടി കൊടുത്തു. God gives a reply. ദൈവഭക്തന്മാർക്കും എന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും ഞാനൊരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. Those who are godly and those who hold my name in their memory, I have kept a book of remembrance. എന്റെ പൈതലേ, ഞാൻ ഒന്നും മറക്കുന്നില്ല, ഒന്നും മറക്കുകയുമില്ല. My child, I would forgive everything. I would just neglect everything. ഈ ശത്രുപീഠ നിമിത്തം എത്ര ക്ലേശിക്കുന്നു, എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ, എത്ര കണ്ണുനീര്, എത്ര കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഇതെല്ലാം ഞാൻ മറക്കാതെ മുഴുവനും എഴുതി വച്ചിരിക്കുന്നു. ഒരു സ്മരണ പുസ്തകം എന്റെ കയ്യിലുണ്ട്. Because of the torment and the torture of your foes, you vexed in the spirit. You are soaking your pillow with tears during the night hours. But my child, I have kept for you a book of remembrance, recording it all. നീ അനുഭവിക്കുന്നതെല്ലാം കണ്ട് ഞാൻ ഇന്ന് മൗനമായി ചെയ്താലും ഉടനെ സ്മരണ പുസ്തകം ഞാൻ തുറക്കും. നിനക്ക് ഞാൻ പ്രതിഫലം തരും, ഞാൻ നിന്നെ മാനിക്കും. Even though throughout these moments I remain silent and mute, watching all your hardship, finally there will come a day I will unfold the book of remembrance. പുസ്തകം തുറക്കുന്ന നാളിൽ എന്തിനെല്ലാമാണ് മാനിക്കപ്പെടാൻ പോകുന്നത്? And on the day when the book of remembrance is opened, for what all things are we honored? മനുഷ്യരുടെ മുൻപിൽ യേശുവിനെ ലജ്ജിക്കാതെ ഏറ്റുപറഞ്ഞതിന്, Without shame and shine, since we confess Jesus before the fellow beings. കൂട്ടുകാരും നാട്ടുകാരും എന്ത് പറയും, വീട്ടുകാരും സ്വന്തക്കാരും എന്ത് പറയും നോക്കാതെ യേശുവിനെ ലജ്ജിക്കാതെ ഏറ്റുപറഞ്ഞതിന് അവൻ ദൂതന്മാരുടെ മുൻപിൽ നിന്നെ മാനിക്കും. Least forget about what the kith and kin and the family members, the people in the land thinks against you. You did his will, you propagated and unwent him, therefore he will honor you. അടുത്തത് സത്യനിമിത്തവും ക്രിസ്തു നിമിത്തവും നിന്ന സഹിച്ചതിന്. Further, since you went through reproach for the truth and for Christ. പെന്തക്കോസ്ത് ലോകം ഒരു കാലത്ത് എത്ര നിന്ന സഹിച്ചാണ് പിടിച്ചതെന്ന് അറിയാമോ? You know the Pentecostal world, in the days of you, they went through so many reproaches, still they endured. ഇന്നത്തെ തലമുറയ്ക്ക് നിന്ദയില്ല. Today's generation lacks reproach. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് ഇപ്പോൾ കരുതുകയാണ്. Some people claim to be Pentecostal as a credit. ചില ആളുകൾ പറയുന്ന പോലെ ഞങ്ങളൊരു വോട്ട് ബാങ്ക് ആണെന്ന് പോലും പറയാൻ തുനിയുകയാണ്. Some even try to say we are a vote bank. ഞങ്ങൾ തീരുമാനിച്ചാൽ ചില ജയിപ്പിക്കാം, ചില തോൽപ്പിക്കാം. And if we make up our mind, we can defeat some, we can rise many to it. അതുകൊണ്ട് ഞങ്ങൾക്കും ഓരോ തരത്തിൽ മത്സരിക്കാൻ സീറ്റ് വേണമെന്ന് ചോദിക്കുന്നിടം വരെ എത്തി. Therefore, they have reached a position in which even they can ask the question, we do need a seat to participate. മറക്കരുത്, മുൻതലമുറയെ മറക്കരുത്, പിതാക്കന്മാരെ മറക്കരുത്, അവര് പോയ പാത മറക്കരുത്. Incline, forget not your forefathers, your youngster generation, nor the paths trodden by them. നിന്റെ അപ്പനും എന്റെ അമ്മയും നിന്ദിക്കപ്പെട്ടത് പ്രതിഫലത്തിന് വേണ്ടിയായിരുന്നില്ല. Your father, your mother were in reproach, seeing a reward. ഈ ലോകം അവരെ മാനിക്കാൻ വേണ്ടിയായിരുന്നില്ല. Not for the world to honor them. പിന്നെയോ സത്യം മനസ്സിലായപ്പോൾ ക്രിസ്തു നിമിത്തം അവർ അപമാനം സന്തോഷത്തോടെ ഏറ്റുകൊള്ളുകയായിരുന്നു. But the moment they realized the truth, for Christ, they willingly took the shame. ലോകം അവരെ ത്യജിച്ചപ്പോൾ അവര് പുസ്തകം ഉയർത്തി പറഞ്ഞു, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ ഒന്നിന്റെ കർത്താവ് വരും, അവൻ എന്നെ മാനിക്കും. When the world rejected them, writing in the books they said, all citizenship is in heaven, from there the Lord shall come, he shall honor us. ഇന്ന് ലോകം മാനിക്കുമെന്ന് ആവശ്യപ്പെടുകയും ലോകത്താൽ മാനിക്കപ്പെടുവാൻ പടാപാടുപെടുകയും ചെയ്യുന്നതായ ദൈവൈതലോ ശുശ്രൂഷകരോ ക്രിസ്തുവിന് അവരുടെ നാമത്തിന് ഒരു അപമാനമാണ്. If you claim to be a child of God or a minister who try to win the appreciation of the world, and if you
say that you're reproached by the world, you're ashamed to the ministry to God. ക്രിസ്തുവിന് വേണ്ടി അപമാനവും നിന്ദയും സഹിച്ച് ഈ സത്യത്തെ മുറുകെ പിടിച്ചതിന് പ്രതിഫലം തരുന്നവൻ ക്രിസ്തുവത്രേ. സ്മരണ പുസ്തകത്തിൽ അവർ എഴുതി വച്ചിരിക്കുന്നു, അത് തുറക്കുന്ന നാട് നിന്നെ അവൻ ഭരിക്കും. അത് മതി. Bearing the shame, bearing the reproach for Christ, the day is coming, he shall open the book of remembrance, and Christ shall reward you. That's all we need. സത്യത്തിന് വേണം നേരെ നിന്നതിന് അവൻ നമ്മളെ മാനിക്കും. Since we stood straight for truth, oh, he'll honor us. എത്ര നഷ്ടങ്ങൾ, എത്ര കഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായി, എത്ര അവർ വില കൊടുത്തു, അപ്പോഴും സത്യത്തിന് വേണ്ടി ഒട്ടും നട്ടല് വിളയ്ക്കാതെ നേരെ നിന്നു. 40 years of hardships, 40 years of losses, many poor the lives, still we stood firm for truth. അതുകൊണ്ടാണ് ആ ഫിലിപ്പിയ സഭയോട് പറയുമ്പോൾ, ജയിക്കുന്നവന് ഞാൻ എന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. Therefore it is said unto the church of Philadelphia, to those who are overcoming, I shall make him a pillar in the temple. അതെ, സ്വർഗത്തിലെ ആലയത്തിൽ കോൺക്രീറ്റ് തൂണാക്കുമല്ല, ഇവിടെ നീ നട്ടല് വിളയ്ക്കാൻ നേരെ നിന്നതുപോലെ നിത്യതയില് നീ പ്രകാശിക്കുന്ന ഒരു വ്യക്തിയായി, ദൈവനാമത്തിന് ഭക്തത്തിനായി, നിറഞ്ഞവനായി നീ നേരെ നിൽക്കുവാനിടയാക്കി നിന്നെ ഭാരിക്കുമെന്നർത്ഥം. That's not making you a concrete pillar within the portals of heaven. Since you didn't turn your spine here, he's going to honor you, make you stand firm even in eternity. നിന്റെ തലമുറ മാത്രമല്ല, മുൻതലമുറയും പഴയ വിശുദ്ധന്മാർ മുൻപ് നീ ഒരു അത്ഭുത വിഷയമായിരിക്കും. Not just before your generation, even before your future generation, before the saints, you are going to be a marveling thing. അടുത്തത്, വിശ്വാസന്തിവരെയും മുറുകെ പിടിച്ചതിന് മാനം നൽകും. Father, you're going to be honored since you held fast the faith till your last breath. പുതിയ തലമുറയ്ക്ക് പഴയ തലമുറ വിശ്വാസം മുറുകിപ്പിക്കുന്ന അത്ര ദഹിക്കുന്നില്ല. The new generation are not digesting the old generation standing firm in the faith. പണമുണ്ട്, വണ്ടിയുണ്ട്, ആഡംബര വാഹനങ്ങളുണ്ട്, പിന്നെ ആ വിശ്വാസികൾക്ക് വേണ്ടി തന്നെയും ആതുരശാലകൾ പ്രത്യേകമുണ്ട് ആ പേരില. പിന്നെ എന്തിനാ ഈ വിശ്വാസവും ഉടുപ്പിച്ച് ഏടാകൂടൊക്കെ ഉണ്ടാക്കുന്നതെന്നായി. We have money, we have wealth, we have a lot of vehicles, and we have all the modern amenities exclusively for the believers. Then why do we spend so much money? വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു പിതാവിന് സമ്പത്തും സൗകര്യമുള്ള വിദേശ ജോലിയുള്ളതായി മക്കൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ പരിങ്ങനെ പറഞ്ഞ, കർത്താവേ, എന്റെ ശരീരം ഈ ലോകത്തിലെ മരുന്നുള്ള മലയപ്പെടുവാനിടയാകാതെ എന്റെ വിശ്വാസം പിടിച്ച് കടന്നു പോകുവാൻ എന്നെ സഹായിക്കണമേ. The father who stood firm in faith till his last moments, finally when his children were carrying him to the hospital, he pleaded unto God, God, make sure that my faith and my steadfast nature is going to prevail till the end without anything strange trespassing my body. ആ പരമാർത്ഥിയും സാധുവായ വ്യക്തിയുടെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. ആ മനുഷ്യനെ ഹോസ്പിറ്റൽ ചെല്ലുകൊണ്ട് അവിടെ ചെല്ലും മുമ്പേ തന്റെ ആത്മാവ് പ്രാവിനെ പോലെ പറഞ്ഞ ദൈവസ്ഥാനത്തിലേക്ക് പോയി. And the Lord honored the desire, the wish of that honest, sincere man. Before his body was taken to the hospital, his soul was gathered by God. വിശ്വാസം വിട്ട് എത്ര പേര് പോയാലും ശരി, വിശ്വാസം മുറുകെ പിടിക്കുന്നവന് മാനിക്കപ്പെടുന്ന ദിവസം വരുന്നു. അത് വേണമെങ്കിൽ അന്ത്യവരെ മുറുകെ പിടിച്ചു നിന്നുകൊള്ളുക. Even though many reject their faith, if you stand firm in faith till the last breath, the day is coming, you're going to be rewarded. For it to happen, hold fast your faith. അതേ, നാം ചെയ്ത സൽപ്രവർത്തികൾക്ക് ദൈവം നമ്മളെ മാനിക്കും. For the good works we wanted, God will honor us. ഒരു മകനപ്പന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തതിന് അവൻ നമ്മളെ മാതിരിക്കും. As a son served his father, as we serve your master, he shall honor us. ഒരു നിർമ്മലയായി കന്യകത്വം കാത്ത് പ്രിയനെ കാത്തിരുന്നവരെയും ദൈവം മാനിക്കും. Those who were chaste and held on to their virginity to the last breath, the master, he shall truly honor them. ക്രൂശിൽ നമുക്ക് വേണ്ടി നാം ആകുന്ന സന്തോഷം ഓർത്തുകൊണ്ട് ക്രൂശിനെ സഹിച്ചവൻ, അപമാനത്തെ അവഗണിച്ചവൻ തന്റെ മണവാട്ടിയായി ചേർത്ത് ആദരിക്കുന്ന നാൾ വരാൻ പോകുകയാണ്. On seeing we the happy matter, he was hanging on the cross. He neglected all the reproach, all the sufferings just for us. The day is coming, he is going to honor
pious. അതെ, ആലയത്തിലെ ശുശ്രൂഷകരോട് ദൈവം കൊടുക്കുന്ന മറുപടി ശ്രദ്ധിച്ചാട്ടെ. For the ministers in the temple, striking is reply given by God. യഹോവഭക്തന്മാരായി നിങ്ങൾ സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു. You who fear God, what you spoke, I've inclined to it. നിങ്ങളുടെ ആകുലങ്ങളെയും ആവലാഥികളെയും എനിക്ക് ഉള്ളതുപോലെ മനസ്സിലായിരിക്കുന്നു. Your complaints, your whinings, as it is, I acknowledge. ഞാൻ നിങ്ങളെ മറന്നിരിക്കുന്നുവെന്ന് വിചാരിക്കേണ്ടതില്ല. No, don't think that I have forgotten you. നിങ്ങളെയും നിങ്ങൾ ചെയ്തതിനെയും എല്ലാം നന്നായി ഓർമ്മിക്കുവാൻ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നു. You and all that you did, to thoroughly remember it, I have etched it in the book of remembrance. ഞാൻ ഉണ്ടാക്കുവാൻ പോകുന്ന ആ ദിവസത്തിൽ നിങ്ങൾ എനിക്കൊരു നിക്ഷേപമായിരിക്കും. The day in which I'm going to make, you shall be a jewel to ഒരു me. മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അന്ന് നിങ്ങളെ ചേർത്ത് പിടിച്ചാൽ ആദരിക്കും. I will cling you and embrace you as a man spareth his own son who serves him. ഒരു പ്രസ്താവന കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. Striking another statement. മലാക്കി 3:18. Malachi 3:18. അപ്പോൾ നിങ്ങൾ നീതിമാൻ ദുഷ്ടൻ തമ്മിലും ദൈവത്തെ സേവിക്കും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. Then you shall see the distinction and the difference between the wicked and the righteous, between those who serve God and those who don't. ശ്രദ്ധിക്കുക, ദൈവത്തെ സേവിച്ചവനും സേവിക്കാൻ തമ്മിലുള്ള വ്യത്യാസം. The difference between those who serve God and those who don't. ഇന്ന് ദൈവത്തെ എങ്ങനെയാണ് സേവിക്കേണ്ടത്, ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന ഭിന്നാഭിപ്രായങ്ങളും പല ഉപദേശങ്ങളും നാട്ടിൽ സുലഭമാണ്. Today, criticisms and strange doctrines are really well available in the land on how to serve God and how not to. ഒരു കൂട്ടർ പറയുന്നത് അങ്ങനെ സേവിക്കണം, ഒരു കൂട്ടർ ഇങ്ങനെ സേവിക്കണം, ഇങ്ങനെ ആണ് ജോലിശേഖരങ്ങളുടെ യോഗ്യത, അങ്ങനെയാണ് യോഗ്യത. ഇന്ന് പലരുടെയും അഭിപ്രായങ്ങൾ. One group instructs you should serve God so, another group instructs you should serve God in this manner. There are contradicting discussions. ഒരു കൂട്ടർ പറയുന്നു ശുശ്രൂഷ ചെയ്യുവാൻ ബൈബിൾ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. One group says to do the ministry you need a theological certificate. മറ്റൊരു കൂട്ടർ പറയാണ് അത് കുഴപ്പമില്ല, അതില്ലാലും വേണ്ടിയില്ല, ശുശ്രൂഷയൊക്കെ ചെയ്താൽ മതി. Some say that's fine, you can neglect it, just do the ministry. പക്ഷെ ചോദ്യം ഇതാണ്, ഞാൻ നിന്നെ ആദരിക്കണമെങ്കിൽ നീ സത്യം പ്രസംഗിക്കുന്നുണ്ടോ? The question is unearthed for me to honor you. Will you serve me? നിനക്ക് വിദ്യച്ചും വീടിയും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചോദ്യം, നീ പ്രസംഗിക്കുന്നത് സത്യമാണോ? Even though you have a PhD or you don't, the true question is, will you preach? Will you do the ministry? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതോ ദൈവം ഉദ്ദേശിച്ചതാണോ നിന്റെ വചനവ്യാഖ്യാനങ്ങൾ? What the apostles taught you and what God intends, is that what you preach? പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച് റേറ്റ് കിട്ടി ജീവിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്, സത്യം പ്രസംഗിക്കാനാണ്. I haven't called you to write piles of book, to publish it and to be popular, but to preach the truth. ഒരു കൂട്ടർ പറയുന്നു ശുശ്രൂഷ ചെയ്യുന്നവര് വിവാഹം കഴിച്ചിരിക്കണം. A group says those who do the ministry should be married. മറ്റൊരു കൂട്ടർ പറയുന്നു കല്യാണം കഴിച്ചാക്കുന്നതാണ് യോഗ്യത. Another say getting unmarried is the qualification to do the ഒരു ministry. കൂട്ടർ പറയുന്നു രണ്ടായാലുമില്ല, പ്രശ്നമില്ല, രണ്ടും നമുക്ക് അംഗീകരിക്കാമെന്ന്. Some say both are fine, both will be accommodated. ചോദ്യം ഇതാണ്, This is the question. നീ എങ്ങനെ ശുശ്രൂഷ ഒറ്റയ്ക്കോ ശുശ്രൂഷ? ചോദ്യം ഇതാണ്, നിനക്ക് വിശുദ്ധ ജീവിതമുണ്ടോ? Leading a single life or being in a married life, you can do the ministry. Question is, have you got holiness? വിവാഹിതനായ ശുശ്രൂഷകനായാലും അവിവാഹിതന ശുശ്രൂഷയായാലും ദൈവം ചോദിക്കുന്നു, ഞാൻ വിശുദ്ധിയിൽ ഭയങ്കരൻ, നിനക്ക് വിശുദ്ധിയുണ്ടോ? Even though you're married or unmarried minister, God asks, I'm holy and perfect in holiness. Are you holy? പരിശുദ്ധാത്മാവിന്റെ ഫലമായ ജയജീവിതം നിനക്കുണ്ടോ? Have you got the fruit of the Holy Spirit and overcoming life? അതിനൊരു ഉത്തരം കൊടുക്കണം. You should give an answer. എന്താ എന്ന് പറഞ്ഞാൽ അവൻ നിന്നെ ആദരിക്കും. If it is yes, he shall honor you. സഭയ്ക്ക് എപ്പിസ്കോപ്പൽ ഭരണരീതി വേണമെന്ന് കുറെ ആളുകളുടെ അഭിപ്രായം. Some opine that church needs episcopal governance. ഡെമോക്രാറ്റിക്കായിരിക്കണമെന്ന് വേറൊരു കൂട്ടർ. And it should be democratic, claims another. അതായത് ഒരു പാനൽ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തി ഓരോരോ സ്ഥാനങ്ങളിലാക്കി അങ്ങനെ Which means parliamentary system of appointing a panel and keeping ministers in different posts. സഭയുടെ ഭരണരീതി എങ്ങനെയായിരിക്കണം? What should be the mode of administration in the church? ശ്രദ്ധിക്കുക, ഭരണരീതി എങ്ങനെയായിരുന്നാലും ഒരു ചോദ്യം, നടത്തുന്നവർക്ക് നീ കീഴടങ്ങിയിരിക്കുന്നുണ്ടോ? Incline. No matter the mode of governance, the question is, do you oblige to your leaders? അത് തെരഞ്ഞെടുത്താക്കിയായാലും തെരഞ്ഞെടുക്കാതാക്കിയായാലും നിനക്ക് കീഴടങ്ങിയിരിക്കുന്ന സ്വഭാവം നിന്നിൽ ഉണ്ടോ? Be it an unelected board or an elected one, are you willing to subdue? യോശുവയോട് ജനം പറഞ്ഞു, യോശുവയെ നീ ഞങ്ങൾ അയക്കുന്നിടത്തൊക്കെ ഞങ്ങൾ പോകും.
And to നീ Joshua, ഞങ്ങളോട് കൽപ്പിക്കുന്നൊക്കെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ മോശെ അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. to Joshua, the people responded, Joshua, wherever you go, we will follow you. Whatever you say, we will accept it. As we obeyed Moses, so shall we obey you. നീ ഒരു വിശ്വാസിയായിരുന്നാൽ നിന്റെ നടത്തിപ്പുകാരുടെ നീ കീഴടങ്ങിയിരിക്കുന്നുണ്ടോ? If you are a believer, do you oblige and do you surrender to your leader? ശുശ്രൂഷകനായാൽ നിന്റെ പോലുള്ളതായ ശുശ്രൂഷകര് അനുസരിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? You may be a servant of God. Are you able to obey the leaders kept above you? ഇന്ന് പലരും ഓരോ സഭകൾ ഉണ്ടാക്കി ഒരു തട്ടകത്തിന്റെ ഒരു അധിപതിയായി അവർ കഴിയുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം ആരും എന്നെ നോക്കണ്ടെന്നാണ് പ്രഖ്യാപനം. Today many people, they reach the helm of a group of churches and they establish the governance over that particular zone and they say, don't try to transfer me from this place. ഏത് ഭരണരീതിയായിരുന്നാലും തിരുവെടുത്ത് പറയുന്നു, പുത്രനെങ്കിലും കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചിട്ട് കഴിവീരായി സ്തോത്രം. ഞാൻ അവചനം ഓർത്ത് ഭയപ്പെടാറുണ്ട്. Be it any administrator, the word of God says, if the son he was, you should become obedient through perfection of obedience. സഭാ സേവനം അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറയുന്നു. ചോദ്യം ഇതാണ്, എങ്ങനെ ആയിക്കൊള്ളട്ടെ, നിനക്ക് അനുസരണവും കീഴടങ്ങിയിരിക്കുന്ന അനുഭവമുണ്ടോ എങ്കിൽ ദൈവം നിന്നെ നിത്യതയിൽ മാനിക്കും. You speak about the church, you speak about modes of serving, but the question is, have you got obedience? Then the Lord shall honor you in eternity. ശുശ്രൂഷകനോട് ചോദ്യം ചോദിക്കുക. To the worker comes the question. ഈ ബൈബിൾ എടുത്ത് സുവിശേഷം അറിയിപ്പാൻ പുറപ്പെടുമ്പോൾ ഉള്ളതിനേക്കാൾ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? Once you set out with this Bible to propagate the gospel and you compare it with your bank balance now, has it increased or decreased? ഈടി വരുന്നത് വരെ മാന്യനാ, ഈടി വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി. Till ED comes, he's an honorable man. The moment ED comes, oh, he's an evil man. സ്വർഗത്തിൽ ഈടിയുണ്ട് ഇടിയുണ്ട്, അത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. There is ED, there is bashing in heaven, keep that in mind. സുവിശേഷം സൗജന്യമായി പ്രസംഗിക്കുന്ന പൗലോസ് പറഞ്ഞു, Paul said, preaching is done through gospel freely. സുവിശേഷം ഉപജീവനമാർഗമാക്കാനുള്ളതല്ല. Do not make this preaching of the gospel a mode of livelihood. ഇത് സമ്പാദിക്കാനുള്ളതല്ല. This is not for you to win money. ലോകം എങ്ങനെയോ പൊയ്ക്കൊള്ളട്ടെ. Let the words go with the flow. സകലമുട്ട ഭൂമിയിലേക്ക് വന്നപ്പോൾ വഴിയരികിൽ യേശു ജനിച്ചു. Abnegating everything, when Jesus came to the world, he was born on the wayside. അതെ, കിടത്തുവാൻ വടിയമ്പലത്തിൽ സ്ഥലമില്ലായിരുന്നു, പുൽത്തൊട്ടിയിൽ കിടത്തി. There was no place for him to get laid. In the inn, he was placed in a manger. 33 വയസ്സിൽ താൻ മരിക്കുമ്പോൾ സ്വന്തം തോളിൽ തലയാഴ്ച മരിച്ചു. At the age of 33 and a half, as he gave his last breath, leaning on his shoulders, he died. മരിച്ചു കഴിഞ്ഞപ്പോൾ ജനം അന്യന്റെ കല്ലറ അടക്കം ചെയ്തു. Post his death, his body was kept in the tomb of a strange man. കണ്ടെത്താൻ ദരിദ്രനാക്കി വന്നു, ദരിദ്രനായി തന്നെ മരിച്ചു. നീ അങ്ങനെയുള്ള ഒരു സേവന ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? Making himself poor, he made his servant to the world, and as he bid farewell, he was poor. Have you got such a consecration to the ministry? സ്വന്തം പേരിൽ സമ്പാദ്യവും സ്വന്തം പേരിൽ വസ്തുവും തേടിയിട്ടുണ്ടോ? Have you won wealth, money and land in your own name? അങ്ങനെ ഒരു കരം ഉയർത്തിയില്ല എന്ന് പറയുന്നെങ്കിൽ ആ ശുശ്രൂഷകൻ ഉത്തമനാണ്. Such a minister, if he could boldly raise his hand and say, I haven't, he is an ideal one. യഥാർത്ഥത്തിൽ ദൈവത്തെ മാത്രം സേവിക്കുന്നവനാണ്. He is the one who serves God alone. അതെ, ദൈവത്തെ യഥാർത്ഥത്തിൽ സേവിച്ചവനും സേവിക്കാത്തവനുള്ള വ്യത്യാസം ഞാൻ അന്ന് നിത്യതയിൽ കാണിക്കും. Then on that day in eternity, I will exhibit the difference between those who serve God truly and those who didn't. അടുത്തത് ഉപദേശവും സത്യവും വചനവ്യാഖ്യാനവും ആദിയിലെ പോലെ അവസാനവും പറയാൻ കഴിയുന്നുണ്ടോ? Further, doctrine, truth, interpretation of the truth, as in the start, are you able to say now? പലരും ശുശ്രൂഷ തുടക്കത്തിൽ അങ്ങനെ എങ്ങനെയും പറയും, കുറെ കഴിയുമ്പോൾ എല്ലാം മാറ്റിയും മറിച്ചും പറയും. Many people at the start of their ministry, outrightly they say many things, but as days roll by, they change it. മീഡിയയിൽ അറിയപ്പെടുന്ന എത്രയോ പ്രസംഗങ്ങൾ, There are lots of known messengers in media. ശുശ്രൂഷകരായ എത്രയോ ആളുകൾ, Many people who are convention preachers. അവരുടെ ആദ്യകാലത്തെ പ്രസംഗങ്ങൾ ഇപ്പോഴത്തെ കൂടെ ഒന്ന് തട്ടിച്ചു നോക്കാം. Rewind the earlier messages and the current messages. അന്ന് പറയുന്നവർ ഇന്നും പറയുന്നതിൽ അവനാണ് യഥാർത്ഥ ശുശ്രൂഷകൻ. If he utters the same word that he said once, even now, he is a true minister. കാലം മാറിയതും സമയം മാറിയപ്പോൾ അവസരോചിതമായി വാക്കുമാറ്റി പറയുന്നവനല്ല ശുശ്രൂഷകൻ. സത്യം എന്നും ഒരുപോലെ തന്നെയാണ്. With change in time, change in style, if a minister is amending his speech, that's not a true minister. Truth is the same yesterday, today, tomorrow. ഒരു ക്രൂസേഡിൽ ഒരു ശുശ്രൂഷകന്റെ
സാക്ഷി ഞാൻ കേട്ടതാണ്. In a crusade, I listened to the testimony of a preacher. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കീറിയ വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. When I was doing my 10th standard, I had a torn garment. ഇന്ന് ഞാൻ ഒരു അറിയപ്പെടുന്ന ശുശ്രൂഷകനായി ഞാൻ എന്റെ അന്നത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കീറിയ ഉടുപ്പ് അലക്കി തേച്ച് അലമാരയെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന കൺവെൻഷൻ വരുമ്പോൾ അലമാര തുറന്ന് അത് നോക്കി എന്റെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. And now I'm a renowned minister, and that torn garment, I've ironed it, kept it on my cupboard. Every time I stretch out to preach the word of God in a huge congregation, I take a look at that particular torn garment, I praise God, thank God, and then I set out. പക്ഷേ ശുശ്രൂഷ പുരോഗമിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോടികളുടെ സമ്പാദ്യമായി അവസാനം സത്യവും വിട്ടു, ഉപദേശവും വിട്ടു, എല്ലാം വിട്ടു. ഒരു നഷ്ടപ്പെട്ടു പോയി എന്ന് ഏത് മനുഷ്യന് പറയത്തക്ക നിലയിൽ അവസാനിച്ചു. Ministry, progress, wealth advanced, amenities rose, and as days rolled by, ministry altered, his change of speech is altered, and everyone could say he is lost. വളരെ ലളിതമായി സുവിശേഷം പറഞ്ഞ് ജനങ്ങളുടെ രക്ഷയെ മാത്രം ഉദ്ദേശിച്ച് ആരംഭിച്ച ആളുകൾ ഒടുവിൽ കോളേജും ഒടുവിൽ ഹോസ്പിറ്റലുകളും ഒടുവിൽ സമ്പാദ്യങ്ങളും സ്ഥാപനങ്ങളുമായി അങ്ങനെ അവസാനിക്കുമ്പോൾ അവൻ അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ മാനിക്കാൻ പറ്റും? In a simple background, those who embarked the ministry, in a poor background, and when they conclude it with colleges, with hospitals, with the institutions as the end, how can God honor such a man? ആരംഭത്തിലെ ദർശനത്തിന് വെളിപ്പാടിന് വ്യതിചലിച്ചു പോയി എന്ന് വരികിൽ ഇന്നും ആയുസ്സതയും നീട്ടി തന്നിരിക്കുന്നു. ആദ്യ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. നീ കണ്ണടയ്ക്കുമ്പോൾ സ്വർഗം നിന്നെ ബാധിക്കുന്ന ഒരു ദിവസം വരികയാണ്. If you erred from your former consecration, from your first dedication and your first surrenderance, now if you come back, and when you close your eyelids, heaven shall open before you. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവർക്കായി ഞാനൊരു ദിവസം തീരുമാനിച്ചിരിക്കുന്നു. I have appointed a day for those who serve me. അന്ന് യഥാർത്ഥത്തിൽ എന്നെ ശുശ്രൂഷിച്ചവർക്കും എന്നെ ശുശ്രൂഷിക്കാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കും. And on that day I shall truly show the difference between those who serve me and those who didn't. ഈ രാത്രി നാം എവിടെയായിരിക്കുന്നു എന്ന് നാം പരിശോധിക്കാം. Tonight, examine where are we. ഞാനൊരു വാക്കുകൾക്ക് വിരാമം വിട്ടുന്നു. Let me conclude my words. ഏലിയാവേ, ഈ ഗുഹയിൽ നിനക്ക് എന്ത് കാര്യം? Elijah, what are you up to in the cave? പ്രിയ വിശ്വാസിയെ, നീ ഇന്ന് എവിടെ നിൽക്കുന്നു? Believer, where do you stand today? ശുശ്രൂഷകരെ, ഇപ്പോൾ എവിടെയായിരിക്കുന്നു? Minister of God, where are you നീ today? ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് തന്നെയോ? Are you in the place kept by God? വാക്യത്തിന് നടപ്പാതിന് പ്രവൃത്തിയതിന് ശുശ്രൂഷ ദൈവഹിത പ്രകാരം തന്നെയോ? Your words, your walks, your ministry, are those adhering to the will of God? ദൈവം നിന്നെ വിളിച്ച് വിളിക്കും. കാരണം ആദ്യ ദർശനത്തിനൊത്തോണം തന്നെ ആയിരിക്കുന്നുവോ? To the call and the first mission given by God, is your life maintained? അതെ, അല്ല എന്ന് പറയുക, നീ ആയിരിക്കും സ്ഥാനത്ത് പുറത്ത് വരിക. If it's not so, come out of that place. നിനക്ക് ഒരു ശുഭവാർത്ത തരാനുണ്ട്. There is a good word for ഇനി you. ഒരു ജീവിതമുണ്ട്. You have one more life, ഇനി നിനക്കൊരു ശുശ്രൂഷയുണ്ട്. one more ministry. ശിഷ്ടകാലം എന്റെ ഹിതപ്രകാരമായിരിക്കാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ ദൂത് ഏറ്റെടുത്തുകൊള്ളുക. Make up the decision to live the rest of your days to God and accept this message. നമ്മുടെ തലകളെ വണക്കാം. Let's bow our heads. തിരുവനന്തപുരത്ത് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്താം. Let's humble before the word of God. ഒരേ സത്യം, ഒരേ ദൂത് എത്ര പ്രാവശ്യം നമ്മോട് സംസാരിച്ചു നമുക്കൊന്ന് ഓർത്തു നോക്കാം. One truth, one message is how many times we were spoken to. പലപ്പോഴും അനുസരിക്കാതെയും അതിനെ ത്യജിച്ചു മുൻപോട്ട് പോയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമ്മളത് താഴ്ത്തി സമ്പൂർണ്ണ ദൈവവിശ്വത്തിനായി സമർപ്പിക്കാം. On many occasions you might not have obeyed it, you would have neglected it, but tonight yield wholly before the presence of God. നമ്മുടെ യേശു വരാനായി It's time for the Jesus to come. നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാം. Let's perfect holiness. എന്റെ വരവിനാൽ നമുക്ക് ഒരുക്കിയിരിക്കാം. Let's get ready for the coming of our beloved. പെട്ടിടതോടിടുക മണവാളൻ വരാവേറ്റം അടുത്തു പോയി. അതെ, എന്റെ ദൈവജനം കരങ്ങളൊക്കെ പാടിയാണ്. ിടുക മണവാളും വരവെച്ചുമടുത്തുപോയി ആശ്വസിപ്പാൻ പ്രിയൻ വരുവതിൽ താമസമേറയില്ല. തന്റെ വാക്കുകൾ നിറവേറുന്നേ ഒരുങ്ങിയില്ല. തന്റെ വാക്കുകൾ നിറവേറുന്നേ ഒരുങ്ങിയില്ല.
നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നോക്കിയിട്ട് ഈ കസര ഇരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ, ദൈവമേ ഉറക്ക കൈയടിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ കസേര ഒടിഞ്ഞാൽ ഞാൻ കാശ് കൊടുക്കേണ്ടി വരിക. അതുകൊണ്ടാണ് ഒന്ന് എഴുന്നേറ്റ് നിന്ന അല്ലെങ്കിൽ വേദപുസ്തകവും പാഠപുസ്തകവും ഒക്കെ അങ്ങോട്ട് ആ കസേരയോട്ടൊന്ന് വെച്ചിട്ട് മുമ്പോട്ട് വന്നാലും കുഴപ്പമില്ല. നമുക്കൊന്ന് ആത്മാവിലൊന്ന് അറിയാം. എല്ലാവരും കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യട്ടെ. കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. നമുക്കൊരു കൃപ തരട്ടെ. നമ്മൾ തന്നെ പരിശുദ്ധാത്മാവിനെ പോകട്ടെ. ദൈവ ഇഷ്ടം ചെയ്യുവാനായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ഭരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും പരിശുദ്ധാത്മ അഭിഷേകത്തിന് ഇടം കൊടുത്താട്ടെ. നമുക്ക് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാം. കൈനടിച്ച് ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഒരു അഭിഷേകത്തോടെ മടങ്ങി പോകാം. നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ യേശുവിന്റെ നടുവിലുണ്ട്. ഏലിയാവിന്റെ ദൈവം മധ്യമുണ്ട്. തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അവിടെ ഇവിടെയുണ്ട്. താഴ്ന്ന ഹൃദയത്തെ മുറികിട്ടുന്നവനായി നമ്മുടെ മധ്യത്തിലുണ്ട്. നിരാശികമാണ് പ്രത്യാശയാൽ ഭയപ്പെടാം. അദ്ദേഹത്തിനോട് കർത്താവ് ധൈര്യപ്പെടാം. ഓരോ ശബ്ദമുള്ള കാതുകളെ മുടങ്ങട്ടെ. മകളെ ഭയപ്പെടേണ്ട, മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയോടെ വിലങ്ങി ഞാൻ നിന്നെ താങ്ങും. നീ അനിഷ്ടം ചെയ്താൽ ഞാൻ നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ആമേൻ. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം ദൈവത്തിന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. 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 അഭിഷേകം പ്രാപിച്ച് ബന്ധുക്കോസുകാരാണ് ഇവിടെ പന്തലിൽ ഭൂരിപക്ഷം നീ വിചാരിക്കുകയാണ്. നമുക്കൊരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പണ്ടേ പോലെ നമ്മൾ ഇറങ്ങട്ടെ. ആദ്യ അനുഭവത്തിൽ നിന്ന് മാറിപ്പോയോ സ്ഥാനപ്പെടാം. പരിശുദ്ധാത്മ അഭിഷേകം ഇതിനെ ബാധിച്ചില്ലയോ? ഇപ്പോൾ തന്നെ അവന്റെ അഭിഷേകത്തെ വിളയ്ക്കുന്നു. പലയിടങ്ങളിലും ആത്മാവ് നിർത്തണമെന്ന് പറഞ്ഞാൽ മതി, തുടങ്ങണമെന്ന് പറയണ്ട. ചിലയിടങ്ങൾ തുടങ്ങണമെന്ന് പറയാനാണ് പാട്. നിർത്തുന്നവരങ്ങ് നിർത്തിക്കോളൂ. 2 മിനിറ്റ് കഴിയുമ്പോൾ പോരാ. ആമേൻ. ആദ്യകാലത്തെ പോലെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരേണ്ടതിനായി സമർപ്പിക്കാം. എല്ലാവരും സമർപ്പിക്കാം. പ്രായഭേദമല്ലേ. ഹല്ലേലൂയ. എലഗിരതി ഉണ്ടോ? നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ വീണ്ടും തോന്നുക, ഇരുന്നു കൊള്ളുക. എങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തീകരിക്കും. എന്റെ ലോകത്തെ മാറ്റും. എലഗിരതെ മാറ്റും. ഹല്ലേലൂയ. 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 ആമേൻ. 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 ഇതൊരു ശുഭവാർത്ത. നിന്റെ ജീവിതം ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. ഇനിയും സമയം തരുന്നു. ഹല്ലേലൂയ. ഓ ദൈവം തന്നെ നിനക്ക് വിവിധമായി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവത്തിലേക്ക് അഭിഷേകം പകരുകയാണ്. എന്ത് ശുശ്രൂഷയാണ്? സൺഡേ സ്കൂൾ ശുശ്രൂഷയാണോ ചെയ്യുന്നത്? മിനിസ്ട്രിയാണോ ചെയ്യുന്നത്? പരസ്യങ്ങളാണ് ചെയ്യുന്നത്? സഭയെ നടത്തിയാണ് ചെയ്യുന്നത്? യുവജനങ്ങളെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്? സംഗീത ശുശ്രൂഷയാണോ? ശുശ്രൂഷകർക്ക് ഒരു പുതിയ അഭിഷേകം പോലെ കർത്താവ് വരുന്നു. ഏറ്റെടുത്തുകൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പോകൂ. ജീവിതത്തെ ദൈവം മാറ്റുന്നു. ശുശ്രൂഷയെ ദൈവം മാറ്റുന്നു. ജയമുള്ളതാക്കി തീർക്കുന്നു. ഏരിയാവിനെ പോലെ ഈ ഭയന്നും നിരാശപ്പെട്ട് ദുഃഖിച്ച് വർദ്ധിരിക്കണമല്ല. ദൈവത്തിന് തന്നെ ആവശ്യമുണ്ട്. ദൈവം നിനക്ക് പുതിയ അഭിഷേകത്തെ തരുന്നു. ഒരു പുതിയ ശുശ്രൂഷയെ തരുന്നു. പുതിയ കൃപകൾ തരുന്നു. പുതിയ വരകൾ തരുന്നു. പുതിയ അഭിഷേകം, പുതിയ ഭാഷ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. വേണ്ടവര് മാത്രം, ആവശ്യമുള്ളവര്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. അന്റെ ഭാഷത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. നിർത്താൻ പറയുന്നവരെയും ആത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കാം. നിർത്താൻ പറയുന്നവരെയും കൈ വിളിച്ച് ശരീരമുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. ആമേൻ. 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 ഹല്ലേലൂയ. ഒരു സ്ഥിരം പല്ലവിയാണ്. സുവിശേഷമായി നടയുന്നു. അവിടെ പ്രതികൂലം, ഇവിടെ പ്രതികൂലം, അവിടെ ശത്രുത്വം. പ്രിയമുള്ളവരെ, സത്യമതല്ല, ഒരു വലിയ ഉണർവ് പറുത പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. എവിടൊക്കെയോ ചില പ്രശ്നങ്ങൾ, മറുഭാഗത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ തീയിട്ടിരിക്കുന്നു. അനേക രാജ്യങ്ങളില് ശക്തമായി ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ദിവസം ജനങ്ങൾ മാനസാന്തരപ്പെടുന്നു, സ്നാനം കഴിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. ആ ഉണർവ് വ്യക്തികളിലും ദേശത്തും ഉണ്ടാകട്ടെ. നമ്മളിലേക്ക് ഉണർവ് കടന്നു
പറയട്ടെ, ഈ രാത്രികാലം ലോകത്തിന്റെ നാനാഭാഗങ്ങളില് ദൈവം ആരംഭിച്ചിരിക്കുന്ന ഉണർവ് നമ്മുടെ രാജ്യത്തെ സന്ദർശിക്കട്ടെ, നമ്മുടെ സ്റ്റേറ്റിനെ സന്ദർശിക്കട്ടെ, തിരുവല്ലായെ സന്ദർശിക്കട്ടെ, എന്റെ നിങ്ങളെ സന്ദർശിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് വരവിനായിട്ട് ഒരുങ്ങുവാൻ തക്കവണ്ണ ഒരു ഉണർവ്, അനേക വരവിനായി ഒരുക്കുവാൻ തക്കവണ്ണം ഉള്ള ഉണർവ്, നിന്നെക്കൊണ്ട് അനേകരെ ഒരുക്കിയെടുക്കുന്ന അഭിഷേകം തരുന്നു. ഒരു പിൻതലമുറ വാർത്തിയെടുക്കുന്ന അഭിഷേകം ഇപ്പൊ തരുന്നു. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ദൈവഹിക്കുന്ന ഉണർവിന്റെ ശക്തിയാൽ സാത്താന് കോട്ടകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, ദുർദേശ കോട്ടകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. യൂശേക്കിന് എതിരെയുള്ളതായ പക്ഷങ്ങൾ, നൂറ്റാണ്ടുകൾ പരന്നതായ പാരമ്പര്യ ചിന്തകൾ, സാത്താന്റെ ബന്ധനകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഉണർവ് നന്മയെ സ്പർശിക്കട്ടെ, ദേശത്തെ സ്പർശിക്കട്ടെ. യേശുവിന്റെ നാമം വിജയിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാത്താന് കോട്ടകൾ തകരുന്നു. ഹല്ലേലൂയ. ചേർന്നമടാം. യേശുവിന്റെ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. കൈയടിച്ച് പാടാം, ശക്തമായി കൈയടിച്ച് പാടാം, ആ തുറന്ന ശബ്ദമായി പാടാം, സ്വന്തത്തോടെ പാടാം. വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉയരട്ടെ, സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉയരട്ടെ. രക്ഷകനേശ്വരൻ പ്രിയജനമേ, രക്ഷാഭൂരൻ പടവുമായി ഉണർവോടെ മുന്നോട്ട് പോകുക നാം. പ്രിയജനമേ, രക്ഷാഭൂരൻ പടവുമായി ഉണർവോടെ മുന്നോട്ട് പോകുക നാം. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാധാരണ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാധാരണ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാധാരണ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്റെ കോട്ടകൾ തകർന്നു. ആവാൻ ശക്തിയുള്ളവരുകൾ വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ ജനവിജയിക്കപ്പെടുന്നു. ആലപ്പുഴ കോട്ടകൾ തകർക്കപ്പെടുന്നു. ഹല്ലേലൂയ. ജനം ഉണരുന്നു. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ആരാധിക്കുമ്പോൾ കളഭാരങ്ങൾ നീങ്ങും, പല പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ കുടുംബത്തില് സമാധാനം അരുളും, ഉത്സവത്തെ ചെയ്ത് നൽകും, ശുശ്രൂഷയിൽ ചെയ്ത് നൽകും. രോഗങ്ങൾ എത്ര പഴക്കമുള്ളതായിരുന്നാലും ശരീരത്തോടെ സൗഖ്യമാകും. അത്ഭുതങ്ങളെയും ജീവിക്കുന്നു, സൗഖ്യവാൻ യേശു ജീവിക്കുന്നു, പ്രാർത്ഥനകൾ യേശു ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അധികാരം എപ്പോഴുമുണ്ട്. ശത്രുവിന്റെ കോട്ടകൾ തേരുന്നു, എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചെതറിപ്പോകുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ വിലകിനോ നീങ്ങുന്നു, രോഗങ്ങൾ നീങ്ങുന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുന്നു. ഒരു പുതിയ ജീവിതത്തിനും പുതിയ ശുശ്രൂഷയ്ക്കുമായി ദൈവത്തിന് അധികാരപ്പെടുത്തുന്നു. ആമേൻ, 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 ആമേൻ. പാപമവൻ പോക്കോ, നിന്റെ രോഗമവൻ നീക്കോ. പാപമവൻ ശ്വാസത്തോടെ പാടാം. നിന്റെ രോഗമവൻ നീക്കും, പരിശുദ്ധാത്മാവിനാൽ നിന്റെ പാലിലവൻ നടത്തും. പരിശുദ്ധാത്മാവിനാൽ നിന്റെ പാലിലവൻ നടത്തും. അവർ വാഴ്ത്തും. യേശുരാജൻ മണ്ണിതിലുരുമായി, നിനക്കാൽ മണ്ണിതിലുരുമായി, വിമലനാൾ
മണ്ണിതിലൊരുവായി നിനക്കായി മണ്ണിതിലൊരുവായി പാപങ്ങൾ പോക്കൂ നിരൂപങ്ങൾ നീക്കൂ പാപങ്ങൾ പോക്കൂ നിരൂപങ്ങൾ നീക്കൂ പരിശുദ്ധാത്മാവിനാൽ നിന്റെ പാലിലവൻ നടത്തൂ 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 പരിശുദ്ധാത്മാവിനാൽ നിന്റെ പാലിലവൻ നടത്തൂ. Hallelujah. 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 Amen. 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 ഇന്ന് രാത്രി ദൈവം നമ്മോട് നമുക്ക് ആവശ്യമായ ആലോചന നൽകിയതിനാൽ, ദൈവം നമ്മോട് സംസാരിച്ചതിനാൽ, ആത്മാൻ നമ്മളെ പകർന്നതിനാൽ, അഭിഷേകത്തെ പകർന്നതിനാൽ, നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ, ഉത്തരം നൽകുന്നതിനാൽ കലങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രോ 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 സ്തോത്രോ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും വിടുതലോടും സമാധാനത്തോടും പുതിയ ദർശനത്തോടും അതേ പുതിയൊരു അഭിഷേകത്തോടും പുതിയൊരു ദൗത്യത്തോടും ദൈവം വായിക്കുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രോ 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 സ്തോത്രോ. ഇത് ശുശ്രൂഷകൾക്കായി തന്റെ ദാസ്യസ്ഥന്മാരെ ഉപയോഗിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രോ 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 സ്തോത്രം. തുടർന്നുള്ളതായ ദിവസങ്ങളും മീറ്റിങ്ങുകളും ദൈവം ഫലമേൽക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധനന്ദത്തിനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ കൺവെൻഷൻ 2-ാം ദിനത്തില് അവിടുത്തെ മഹനീയ സാന്നിധ്യം തന്നതിനായി സ്തോത്രം. എല്ലാവരുടെ അടുക്കിലേക്ക് മൃദുസ്വരമായി അവിടുന്ന് സംസാരിച്ചതുപോലെ ഇന്ന് രാത്രിയിലും ഞങ്ങളോട് വ്യക്തിപരമായി ഇടപെട്ടു. കഥാവെ, പലപ്പോഴും അവിടുത്തെ ആലോചനയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് ലജ്ജയോടെ കഥാവെ പശ്ചാത്തലത്തോട് സമ്മതിക്കുന്നു. ഇനി അങ്ങനെയല്ല, ഞങ്ങളോട് ഉണ്ടാളിച്ചുന്ന വചനങ്ങൾ കേട്ടുകൊണ്ട് ഇവിടെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം എവിടെ ആയിരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരായിരുന്നുകൊണ്ട്, എന്ത് ജീവനത്തിന് ചെയ്തുകൊണ്ട്, എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നുകൊണ്ട് അവിടെ ഇഷ്ടം പൂർണ്ണമായി ചെയ്ത് അങ്ങനെ അവിടുത്തെ പരിശുദ്ധ മണവാട്ടിക്കായി വരുമ്പോൾ അങ്ങ് എതിരേൽപ്പാൻ നിങ്ങൾ ഒരുക്കം നിർത്തും. യേശുവിന്റെ നാമത്തെ പ്രാർത്ഥനകളെ സ്വർഗീയ പിതാവേ. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും എല്ലാവരോടും കൂടെ എല്ലാ സമയത്തും ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.